ലോകം ജനിക്കുന്നതിനും മുൻപേ, കാലമതിന്റെ പ്രയാണം തുടങ്ങുന്നതിനും മുൻപേ പ്രപഞ്ചനാഥനായ അല്ലാഹു ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഭൂമിയിൽ അറിവും വിവേചനബുദ്ധിയുമുള്ളൊരു പ്രതിനിധിയെ താൻ സൃഷ്ടിക്കാൻ പോകുന്നു എന്നതായിരുന്നു അത്. ആകാശഭൂമികളിലെ വിവിധയിനം മണ്ണുകൾ ശേഖരിച്ച് അല്ലാഹു തന്റെ കഴിവിനാൽ അതിമനോഹരമായൊരു രൂപം തീർത്തു. വെള്ളിയാഴ്ച ദിവസത്തെ ശുഭമുഹൂർത്തത്തിൽ ആ രൂപത്തിലേക്ക് ജീവന്റെ ശ്വാസമൂതപ്പെട്ടതോടെ മാനവകുലത്തിന്റെ ആദിപിതാവായ ആദം അലൈഹിസ്സലാം ഉണർന്നു. പിതാവോ മാതാവോ ഇല്ലാതെ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരേയൊരു പ്രവാചകൻ അദ്ദേഹമാണ്. അല്ലാഹു അദ്ദേഹത്തിന് ലോകത്തുള്ള സകല വസ്തുക്കളുടെയും പേരുകളും അവയുടെ രഹസ്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അറിവിന്റെ കാര്യത്തിൽ മാലാഖമാരേക്കാൾ ഉന്നതനാണ് മനുഷ്യനെന്ന് തെളിയിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം മലക്കുകളെല്ലാം അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചു. എന്നാൽ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഇബ്ലീസ് തന്റെ അഹങ്കാരം കാരണം മനുഷ്യനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ നിഷേധം അവനെ ശപിച്ചപ്പെട്ടവനാക്കി മാറ്റി. സ്വർഗത്തിലെ അനന്തമായ സുഖസൗകര്യങ്ങൾക്കിടയിൽ ആദം നബിക്ക് കൂട്ടായി അല്ലാഹു അദ്ദേഹത്തിന്റെ വാരിയെല്ലിൽ നിന്ന് പത്നി ഹവ്വയെ സൃഷ്ടിച്ചു. സ്വർഗത്തിലെ ഏത് കനിയും അവർക്ക് ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ ഒരൊറ്റ മരത്തെ മാത്രം അല്ലാഹു വിലക്കി. ആദമിനോടുള്ള പകമീട്ടാൻ കാത്തിരുന്ന ഇബ്ലീസ് ഒരു സുഹൃത്തിനെപ്പോലെ വേഷം മാറി അവരെ സമീപിച്ചു. ഈ കനി ഭക്ഷിച്ചാൽ നിങ്ങൾ മലക്കുകളെപ്പോലെ അമരന്മാരാകും എന്ന അവന്റെ തന്ത്രപരമായ വാക്കുകളിൽ അവർ അറിയാതെ വീണുപോയി. വിലക്കപ്പെട്ട കനി നുണഞ്ഞ നിമിഷം അവർ തങ്ങളുടെ നഗ്നത തിരിച്ചറിയുകയും സ്വർഗീയ ആഭരണങ്ങൾ അവരിൽ നിന്ന് നീങ്ങുകയും ചെയ്തു. ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ആദം നബിയും ഹവ്വയും അങ്ങേയറ്റം സങ്കടപ്പെടുകയും അല്ലാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരായിത്തീരും. കരുണാനിധിയായ അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു. അനന്തരം അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം അവർ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടു. ആദം നബി ഇന്ത്യയിലെ സരൻ ദ്വീപ് അല്ലെങ്കിൽ ശ്രീലങ്ക മലനിരകളിലും ഹവ്വ ജിദ്ദയിലുമാണ് ഇറങ്ങിയതെന്ന് ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. വർഷങ്ങളോളം നീണ്ട വേർപാടിനും തിരച്ചിലിനും ഒടുവിൽ മക്കയിലെ അറഫ മൈതാനിയിലെ ജബലുർ റഹ്മയിൽ വെച്ച് അവർ വീണ്ടും സമാഗമിച്ചു. ഭൂമിയിലെ ജീവിതം കഠിനമായിരുന്നു. അവിടെ അധ്വാനിക്കാനും കൃഷി ചെയ്യാനും ജീവിക്കാനുമുള്ള മാർഗങ്ങൾ അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് നിരവധി മക്കളുണ്ടായി. ഓരോ പ്രസവത്തിലും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായി ഇരട്ട കുട്ടികളാണ് ജനിച്ചിരുന്നത്. ഖുർആൻ പരാമർശിച്ച പ്രധാന സംഭവങ്ങളിലൊന്നാണ് ആദം നബിയുടെ മക്കളായ ഹാബീലും കാബീലും തമ്മിലുണ്ടായ തർക്കം. അസൂയയുടെ പേരിൽ കാബീൽ തന്റെ സഹോദരൻ ഹാബീലിനെ വധിച്ചു. ഇത് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമായി മാറി. ഇതിൽ ആദം നബി അങ്ങേയറ്റം ദുഃഖിതനായി. പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഷീദ് എന്ന മകൻ ജനിച്ചു. അദ്ദേഹമാണ് ആദമിന് ശേഷം പ്രവാചകത്വം ലഭിച്ച പുത്രൻ. ഏകദേശം 960 വർഷം ഭൂമിയിൽ ജീവിച്ച ആദം നബി തന്റെ ആയുസ്സിന്റെ അവസാന കാലം വരെ മക്കളെയും മക്കളുടെ മക്കളെയും സന്മാർഗത്തിലേക്ക് നയിച്ചു. ഏകദൈവമായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനും പിശാചിന്റെ തന്ത്രങ്ങളിൽ വീഴാതിരിക്കാനും അദ്ദേഹം അവരെ പഠിപ്പിച്ചു. മരണസമയത്ത് അദ്ദേഹം സ്വർഗത്തിലെ കനികൾ ആഗ്രഹിച്ചിരുന്നതായും മലക്കുകൾ സ്വർഗീയ കഫൻ പുടവയുമായി വന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചതായും പറയപ്പെടുന്നു. മക്കയിലെ അബൂ ഖുബൈസ് മലയുടെ താഴ്വരത്തോ മിനായിലോ ആണ് അദ്ദേഹം കബറടിക്കപ്പെട്ടതെന്നാണ് ബഹുരിഭാഗം ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ ആദ്യ കണ്ണിയായി, ആദ്യ അധ്യാപകനായി, പ്രവാചകനായി ആദം അലൈഹിസ്സലാം ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആദം നബിക്കും പുത്രൻ ഷീദ് നബിക്കും ശേഷം മനുഷ്യരാശിയെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഇദ്രീസ് അലൈഹിസ്സലാം. ആദം നബിയുടെ 6ാം തലമുറയിൽപ്പെട്ട അദ്ദേഹം ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാരിൽ 2ാമത്തെ ആളാണ്. അഖ്നൂഖ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ ധാരാളമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് പഠിപ്പിക്കുന്നവൻ എന്നർത്ഥമുള്ള ഇദ്രീസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. ലോകത്ത് ആദ്യമായി പേന ഉപയോഗിച്ച് എഴുതിയത് ഇദ്രീസ് നബിയാണെന്ന് പറയപ്പെടുന്നു. വസ്ത്രങ്ങൾ തുന്നി ധരിക്കുന്ന രീതിയും അളവുതൂക്ക സംവിധാനങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. അക്കാലത്ത് ജനങ്ങൾ മൃഗത്തോലുകൾ ധരിച്ചിരുന്നപ്പോൾ നൂൽ നൂൽക്കാനും വസ്ത്രങ്ങൾ നിർമ്മിക്കാനുമുള്ള വിദ്യ അദ്ദേഹം പഠിപ്പിച്ചുകൊടുത്തു. കൂടാതെ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും അല്ലാഹു അദ്ദേഹത്തിന് വലിയ ജ്ഞാനം നൽകിയിരുന്നു. തന്റെ ജനതയോട് അല്ലാഹുവെ മാത്രം ആരാധിക്കാനും സത്യസന്ധമായി ജീവിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
അങ്ങേയറ്റം ക്ഷമാശീലനും സത്യസന്ധനുമായിരുന്നു അദ്ദേഹം. ഇദ്രീസ് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ വശം അദ്ദേഹത്തിന്റെ വിടവാങ്ങലാണ്. മരണത്തെക്കുറിച്ച് നേരിട്ടറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നും നാലാം ആകാശത്തേക്ക് അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തിയെന്നും ഖുറാനിക വ്യാഖ്യാനങ്ങളിൽ കാണാം. നാം അദ്ദേഹത്തെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നുവെന്ന് ഖുറാൻ അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഏകദേശം 300-ൽ പരം വർഷം അദ്ദേഹം ഭൂമിയിൽ പ്രബോധനം നടത്തി. അറിവിനെയും അധ്വാനത്തെയും ഒരുപോലെ സ്നേഹിച്ച പ്രവാചകനായിരുന്നു ഇദ്രീസ്. ആദം അലൈഹിസ്സലാമിന് ശേഷം ജനങ്ങൾ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് മൂന്നാമത്തെ പ്രവാചകനായ നൂഹ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അങ്ങേയറ്റം ക്ഷമാശീലനും നന്ദിയുള്ളവനുമായ നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ തുനിഞ്ഞിറങ്ങി. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഏകദേശം 9 നൂറ്റാണ്ടിലധികം, അതായത് 950 വർഷം അദ്ദേഹം പ്രബോധനം നടത്തി. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല എന്നദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ ജനത വല്ലാതെ അഹങ്കാരികളായിരുന്നു. അവരദ്ദേഹത്തെ പരിഹസിക്കുകയും തങ്ങളുടെ ചെവിയിൽ വിരലുകൾ തിരുകുകയും വസ്ത്രം കൊണ്ട് മുഖം മൂടുകയും ചെയ്തു. അല്പം ചില ദരിദ്രരായ ആളുകൾ ഒഴികെ മറ്റാരും അദ്ദേഹത്തിന്റെ സന്ദേശം സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും മകൻ കന്നാനും പോലും വിശ്വസിക്കാൻ കൂട്ടായില്ല എന്നത് ആ വലിയ പ്രവാചകന്റെ നിർവികാരതയെ എടുത്തു കാണിക്കുന്നു. ഒടുവിൽ അല്ലാഹുവിന്റെ കൽപ്പനയെത്തി. വരാനിരിക്കുന്ന വലിയൊരു ശിക്ഷയെക്കുറിച്ച് അല്ലാഹു അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. കരയിൽ വെച്ചൊരു വലിയ കപ്പൽ നിർമ്മിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. മക്കയിലെയും പരിസരത്തെയും വിജനമായ സ്ഥലത്ത് നൂഹ് അലൈഹിസ്സലാം കപ്പൽ നിർമ്മാണം ആരംഭിച്ചു. ഇത് കണ്ട ജനങ്ങൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "ഓ നൂഹ്, ഇത്രകാലം പ്രവാചകനായിരുന്ന നീ ഇപ്പോൾ ആശാരിയായോ? ഈ മണലാരണ്യത്തിൽ നീ എവിടെയാണ് കപ്പലോടിക്കാൻ പോകുന്നത്?" അവരുടെ പരിഹാസങ്ങൾക്ക് മുന്നിലും അചഞ്ചലനായി അദ്ദേഹം തന്റെ ജോലി തുടർന്നു. കപ്പൽ പണി പൂർത്തിയായപ്പോൾ അല്ലാഹു അറിയിച്ചു, ഓരോ ജീവിവർഗത്തിൽ നിന്നും 2 ജോഡികളെ വീതം കപ്പലിൽ കയറ്റുക. പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് ഉറവുകൾ പൊട്ടിപ്പുറപ്പെട്ടു. ആകാശത്ത് നിന്ന് പേമാരി പെയ്തിറങ്ങി. ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു അത്. നൂഹ് അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളും മൃഗങ്ങളും കപ്പലിൽ സുരക്ഷിതരായി. മലയോളം വലിപ്പമുള്ള തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ നീങ്ങി. പ്രളയത്തിൽ പെട്ടുപോയ തന്റെ മകനെ നൂഹ് അലൈഹിസ്സലാം വിളിച്ചു, "എന്റെ മകനെ, നീയും ഞങ്ങളുടെ കൂടെ കയറൂ. സത്യനിഷേധികളുടെ കൂടെ അകപ്പെടരുത്." എന്നാൽ ഞാനൊരു മലയിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാമെന്നായിരുന്നു അവന്റെ മറുപടി. നോക്കി നിൽക്കെ ഒരു വലിയ തിരമാല അവന്റെ ശരീരത്തെ വലിച്ചുകൊണ്ടുപോയി. സ്വന്തം മകന്റെ മരണം ആ പിതാവിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. 40 ദിവസത്തോളം പ്രളയം നീണ്ടുനിന്നു എന്നാണ് ചരിത്രം. ഭൂമിയിലെ സകല തിന്മകളും അല്ലാഹു ആ പ്രളയത്തിലൂടെ തുടച്ചു നീക്കി. ഒടുവിൽ പ്രളയമടങ്ങിയപ്പോൾ കപ്പൽ ജൂതി പർവ്വതത്തിൽ ഉറച്ചുനിന്നു. കപ്പലിൽ നിന്നിറങ്ങിയ നൂഹ് അലൈഹിസ്സലാമും അനുയായികളും ചേർന്ന് പുതിയൊരു ലോകത്തിന് അടിത്തറയിട്ടു. ഇതിനാലാണ് അദ്ദേഹത്തെ 2ാം ആദം എന്ന് ചരിത്രകാരന്മാർ വിളിക്കുന്നത്. ഏകദേശം 1000 വർഷത്തോളം ജീവിച്ച അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ അല്ലാഹുവിനായി സമർപ്പിച്ചു. അഹങ്കാരികൾ എത്ര ശക്തരായാലും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ലെന്നും വിശ്വാസികൾ എപ്പോഴും സംരക്ഷിക്കപ്പെടുമെന്നും നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും കരുത്തരായ ഒരു ജനതയായിരുന്നു ആദ്. ഇന്നത്തെ യമനിലെ അഹ്കാഫ് എന്ന മണൽക്കുന്നുകളുടെ നാട്ടിൽ ആകാശത്തോളം ഉയരമുള്ള ഗോപുരങ്ങൾ പണിതവർ. മലകളെ തുരന്ന് കൊട്ടാരങ്ങളുണ്ടാക്കിയ ഇവർക്ക് അമാനുഷികമായ ശാരീരിക കരുത്തുണ്ടായിരുന്നു. പക്ഷേ ആ കരുത്ത് അവരെ അഹങ്കാരികളാക്കി. ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട് എന്നവർ ഗർജിച്ചു. അവർ അല്ലാഹുവിനെ മറന്നു, കല്ലുകളെ വണങ്ങി. ഈ ജനതയിലേക്കാണ് ശാന്തനും സത്യസന്ധനുമായ ഹൂദ് അലൈഹിസ്സലാം പ്രവാചകനായി കടന്നുചെന്നത്. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. അവൻ നൽകിയ കരുത്തും സമ്പത്തും അവനു തന്നെ നന്ദി കാണിക്കാൻ ഉപയോഗിക്കുക എന്നദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു ചിരിച്ചു. ഹൂദ്, നീ പറയുന്നത് വെറും കെട്ടുകഥകളാണ്. നിന്റെ ദൈവം ഞങ്ങളെ ശിക്ഷിക്കുമെന്നാണോ നീ പറയുന്നത്? എങ്കിൽ ആ ശിക്ഷ ഇങ്ങ് വരട്ടെ, അവർ വെല്ലുവിളിച്ചു. കാലം കടന്നുപോയി. അവരുടെ പാപങ്ങൾ കുന്നുകൂടി. ഒടുവിൽ പ്രകൃതി അതിന്റെ ഭാവം മാറ്റി.
3 വർഷത്തോളം ആ നാട്ടിൽ മഴ പെയ്തില്ല. കഠിനമായ വരൾച്ചയിൽ ഭൂമി വിണ്ടുകീറി, കന്നുകാലികൾ ചത്തുവീണു. അപ്പോഴും ഹൂദ് അലൈഹിസ്സലാം അവരോട് പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അഹങ്കാരം കൈവിട്ടില്ല. ഒടുവിലൊരു ദിവസം ദൂരെ ആകാശത്ത് കറുത്തിരുണ്ട ഭീമാകാരമായൊരു മേഘം പ്രത്യക്ഷപ്പെട്ടു. അതുകണ്ട് ആദ് ജനത ആഹ്ലാദിച്ചു. നോക്കൂ, നമുക്ക് മഴ പെയ്യാൻ പോകുന്നു, നമ്മുടെ വരൾച്ച മാറാൻ പോകുന്നു എന്നവർ അലറി വിളിച്ചു. എന്നാൽ അത് അനുഗ്രഹത്തിന്റെ മഴമേഘമായിരുന്നില്ല, മറിച്ച് സർവനാശത്തിന്റെ കാഹളമായിരുന്നു. പെട്ടെന്ന് പ്രപഞ്ചത്തെ ഞെട്ടിക്കുന്ന ഒരു വലിയ ശബ്ദം കേട്ടു. ഭയാനകമായൊരു കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. അത് വെറുമൊരു കാറ്റായിരുന്നില്ല, മരങ്ങളെയും മലകളെയും പിഴുതെറിയുന്ന, മനുഷ്യരെ കടലാസ് കഷ്ണങ്ങൾ പോലെ ആകാശത്തേക്ക് ചുഴറ്റിയെറിയുന്ന ചണ്ഡമാരുതമായിരുന്നു അത്. തുടർച്ചയായ 8 ദിവസവും 7 രാത്രിയും ആ കൊടുങ്കാറ്റ് താണ്ഡവമാടി. ആകാശത്തേക്കുയർത്തപ്പെട്ട മനുഷ്യർ തലകീഴായി ഭൂമിയിലേക്ക് പതിച്ചു. ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ ഉള്ളുപൊള്ളയായ ഈന്തപ്പനത്തടികൾ വീണുകിടക്കുന്നതുപോലെ അവരുടെ ശവങ്ങൾ മണലിൽ ചിതറിക്കിടന്നു. അവരുടെ വമ്പൻ കൊട്ടാരങ്ങളും ഗോപുരങ്ങളും തകർന്ന തരിപ്പണമായി. ആ കാറ്റ് എന്തിനെ സ്പർശിച്ചോ അതിനെയെല്ലാം ചാരമാക്കി മാറ്റി. ആദിജനതയുടെ ഗർജനങ്ങൾ നിലച്ചു. പകരം അവിടെ ഭീതിതമായ നിശബ്ദത മാത്രം അവശേഷിച്ചു. എന്നാൽ ഈ മഹാദുരന്തത്തിനിടയിലും അല്ലാഹുവിന്റെ അത്ഭുതം പ്രകടമായി. ഹൂദ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ഒരു ചെറിയ വിഭാഗം ആളുകളെയും ആ കാറ്റ് തൊട്ടില്ല. അവരൊരു സുരക്ഷിത കേന്ദ്രത്തിൽ അല്ലാഹുവിന്റെ സംരക്ഷണയിലായിരുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൽപ്പന ധിക്കരിച്ചാൽ എത്ര വലിയ സാമ്രാജ്യമായാലും മണ്ണടിഞ്ഞു പോകുമെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്താണ് ആ പ്രളയസമാനമായ കാറ്റടങ്ങിയത്. ഇന്നും യമനിലെ മണൽക്കുന്നുകൾക്കിടയിൽ ആദിജനതയുടെ അവശിഷ്ടങ്ങൾ അഹങ്കാരികൾക്കുള്ള ഒരു താക്കീതായി നിലകൊള്ളുന്നു. അഞ്ചാമത്തെ പ്രവാചകനാണ് സ്വാലിഹ് അലൈഹിസ്സലാം. അതിശക്തരായ ആദ് ജനതയുടെ നാശത്തിനു ശേഷം ഭൂമിയിൽ ഉദിച്ചുയർന്ന മറ്റൊരു വമ്പൻ നാഗരികതയായിരുന്നു തമൂദ്. ഇന്നത്തെ സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗമായ അൽ ഹിജർ എന്ന മലയോര മേഖലയിലായിരുന്നു അവരുടെ താമസം. പാറകൾ തുരന്ന് അതിമനോഹരമായ കൊട്ടാരങ്ങൾ പണിയുന്നതിൽ അവർ വിസ്മയകരമായ കഴിവ് പ്രകടിപ്പിച്ചു. അവർ പണിത ആ കൊട്ടാരങ്ങൾ ഇന്നും അവിടെ ഒരു അത്ഭുതമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സാങ്കേതിക മികവ് അവരെ ദൈവനിഷേധികളാക്കി. അഹങ്കാരം മൂത്ത അവർ പാവപ്പെട്ടവരെ അടിച്ചമർത്തുകയും വിഗ്രഹങ്ങളെ വണങ്ങുകയും ചെയ്തു. ഈ ജനതയിലേക്കാണ് സൽസ്വഭാവിയായ സ്വാലിഹ് അലൈഹിസ്സലാം കടന്നുചെന്നത്. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനും നിങ്ങൾക്ക് ഈ കഴിവുകൾ നൽകിയവനും അവനാണ് എന്ന് അദ്ദേഹം ഉപദേശിച്ചു. എന്നാൽ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനായി അവർ ഒരു അസാധ്യമായ വെല്ലുവിളി മുന്നോട്ടുവെച്ചു. അവിടുത്തെ കഠിനമായൊരു പാറക്കല്ലിനെ ചൂണ്ടി അവർ പറഞ്ഞു, സ്വാലിഹ്, നീ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ പറയുന്നത് സത്യമാണെങ്കിൽ ഈ പാറ പിളർന്ന് 10 മാസം ഗർഭിണിയായ അതിമനോഹരമായൊരു പെണ്ണൊട്ടകം പുറത്തുവരട്ടെ. ആ അഹങ്കാരികളുടെ മുന്നിൽ വച്ച് സ്വാലിഹ് അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ കൂറ്റൻ പാറക്കല്ലൊരു ഗർജനത്തോടെ പിളരുകയും അതിൽ നിന്ന് അതികായയായൊരു പെണ്ണൊട്ടകം അത്ഭുതകരമായി പുറത്തുവരികയും ചെയ്തു. ഇത് കണ്ട പലരും സ്തബ്ധരായിപ്പോയി. ചിലർ വിശ്വസിച്ചെങ്കിലും ഭൂരിഭാഗവും തങ്ങളുടെ അഹങ്കാരത്തിൽ തന്നെ ഉറച്ചുനിന്നു. ഈ ഒട്ടകം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അവൾക്ക് കുടിക്കാൻ വെള്ളം നൽകണം, അവളെ ഉപദ്രവിക്കരുത് എന്ന് അദ്ദേഹം കർശനമായ താക്കീത് നൽകി. ഒരു ദിവസം അവൾക്കും അടുത്ത ദിവസം ജനങ്ങൾക്കുമായി കിണറ്റിലെ വെള്ളം വീതിച്ചു. എന്നാൽ ആ ജനതയിലെ ഏറ്റവും ദുഷ്ടരായ 9 പേർ ചേർന്നു ഗൂഢാലോചന നടത്തി. അർദ്ധരാത്രിയിൽ അവർ ആ അത്ഭുത ഒട്ടകത്തെ പതിയിരുന്ന് ആക്രമിക്കുകയും അവളുടെ കാലുകൾ വെട്ടിമാറ്റി അറുത്തുകൊല്ലുകയും ചെയ്തു. ഈ ക്രൂരത കണ്ട സ്വാലിഹ് അലൈഹിസ്സലാം വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് 3 ദിവസം കൂടി മാത്രം ബാക്കി. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സുഖിച്ചോളൂ. ഇത് അല്ലാഹുവിന്റെ അലംഘനീയമായ വാഗ്ദാനമാണ്. ആദ്യ ദിവസം അവരുടെ മുഖങ്ങൾ മഞ്ഞ നിറമായി, 2-ാം ദിവസം ചുവപ്പായി, 3-ാം ദിവസം കറുത്തിരുണ്ടു. 4-ാം ദിവസം പ്രഭാതമായപ്പോൾ സർവനാശം പെയ്തിറങ്ങി. ആകാശം പെട്ടെന്നിരുണ്ടു. പെട്ടെന്ന് പ്രപഞ്ചത്തെ പിടിച്ചുലയ്ക്കുന്ന, കാതുകൾ പൊട്ടിപ്പോകുന്നത്ര ഭീകരമായ ഒരു പ്രകമ്പനം, ഭയാനകമായ ഗർജനം പോലെ ആകാശത്തുനിന്ന് മുഴങ്ങിക്കേട്ടു. ആ ശബ്ദതരംഗങ്ങളുടെ ആഘാതത്തിൽ ജനങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നുപോയി.
അതോടൊപ്പം ഭൂമി അതിശക്തമായി കുലുങ്ങാൻ തുടങ്ങി. മലകൾ തുരന്നവർ പണിത കൊട്ടാരങ്ങൾ പോലും അവർക്ക് രക്ഷ നൽകിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം ഒരു ശ്മശാനമായി മാറി. വമ്പൻ കൊട്ടാരങ്ങൾക്കുള്ളിൽ അഹങ്കാരികളായ മനുഷ്യർ കരിഞ്ഞുണങ്ങിയ പുല്ലുകൾ പോലെ വീണുകിടന്നു. സ്വാലിഹ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ചെറിയ വിഭാഗത്തെയും അല്ലാഹു തന്റെ കാരുണ്യത്താൽ നേരത്തെ തന്നെ അവിടെ നിന്ന് മാറ്റി സുരക്ഷിതരാക്കിയിരുന്നു. തന്റെ ജനതയുടെ നാശം കണ്ട് സങ്കടത്തോടെ അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഞാൻ എന്റെ നാഥന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നു, നിങ്ങളെ ഉപദേശിച്ചു. പക്ഷെ ഉപദേശിക്കുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ. അഹങ്കാരികളുടെ അന്ത്യം എന്നും ഇങ്ങനെയായിരിക്കുമെന്ന വലിയ സത്യം ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ആ ചരിത്രം അവിടെ അവസാനിച്ചു. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ് ആറാമത്തെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റേത്. അല്ലാഹുവിന്റെ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം ലോകം വിഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും മുന്നിൽ തലകുനിച്ചിരുന്ന ഒരു കാലത്താണ് ജനിച്ചത്. സ്വന്തം പിതാവ് ആസർ വിഗ്രഹങ്ങൾ ചെത്തിക്കൊടുക്കുമ്പോൾ ആ കല്ലുകൾക്ക് മുന്നിൽ കുമ്പിടാൻ ഇബ്രാഹിം അലൈഹിസ്സലാം തയ്യാറായില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ദൈവമാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിലും അവ അസ്തമിക്കുന്നത് കണ്ടപ്പോൾ അസ്തമിക്കുന്നത് ദൈവമാവാൻ യോഗ്യരല്ല, ഇവയൊന്നുമല്ല പ്രപഞ്ചനാഥൻ, ഇവയെയെല്ലാം പടച്ചവനാണ് എന്റെ റബ്ബ് എന്നദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. ഒരുനാൾ ബാബിലോണിയയിലെ ജനങ്ങൾ തങ്ങളുടെ ഉത്സവത്തിന് പോയ സമയം നഗരം വിജനമായി. ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ വലിയ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന മഴുകൊണ്ട് അദ്ദേഹം ആ വിഗ്രഹങ്ങളെ അടിച്ചു തകർത്തു. എന്നാൽ ഏറ്റവും വലിയ വിഗ്രഹത്തെ മാത്രം അദ്ദേഹം ഒന്നും ചെയ്തില്ല. മഴു അതിന്റെ തോളിൽ തൂക്കിയിട്ടു. ജനങ്ങൾ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് തരിപ്പണമായ തങ്ങളുടെ ദൈവങ്ങളെയാണ്. രോഷാകുലരായ അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നടുറോഡിൽ വിചാരണ ചെയ്തു. നീയാണോ ഇത് ചെയ്തത് എന്ന ചോദ്യത്തിന് ആ വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ എന്ന അദ്ദേഹത്തിന്റെ മറുപടി ജനങ്ങളെയും രാജാവായ നമ്രൂദിനെയും അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. പക തീർക്കാൻ അവരൊരു ഭീകരമായ ശിക്ഷ തീരുമാനിച്ചു. ആകാശത്തോളം ഉയരത്തിൽ ആളിപ്പടരുന്ന ഒരു അഗ്നികുണ്ഠം അവർ തയ്യാറാക്കി. ദിവസങ്ങളോളം വിറകുകൾ കൂട്ടിയിട്ട് കത്തിച്ച ആ തീയുടെ ചൂട് കാരണം പക്ഷികൾക്ക് പോലും അതിന് മുകളിലൂടെ പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അവരാ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ശത്രുക്കൾ ആഹ്ലാദിച്ചു. അദ്ദേഹം ചാരമാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ പ്രപഞ്ചനാഥന്റെ അത്ഭുതം അവിടെ സംഭവിക്കുകയായിരുന്നു. അല്ലാഹു കൽപ്പിച്ചു, ഓ തീയെ, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായി മാറുക. തീ അതിന്റെ സ്വഭാവം മാറ്റി. കത്തുന്ന കനലുകൾക്കിടയിൽ യാതൊരു പരിക്കുമില്ലാതെ പുഞ്ചിരിയോടെ ഇബ്രാഹിം അലൈഹിസ്സലാം ഇരിക്കുന്നത് കണ്ട് ലോകം സ്തംഭിച്ചുപോയി. പക്ഷെ പരീക്ഷണങ്ങൾ അവിടെ തീർന്നില്ല. തന്റെ ജന്മനാട് ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വന്നു. വാർദ്ധക്യത്തിന്റെ അവസാന കാലത്താണ് അദ്ദേഹത്തിന് കണ്ണിലുണ്ണിയായ മകൻ ഇസ്മായിൽ പിറക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പിഞ്ചു കുഞ്ഞിനെയും പത്നി ഹാജറയെയും വിജനമായ മക്കയിലെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കേണ്ടി വന്നു. തുള്ളി വെള്ളമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത ആ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ തന്റെ കുടുംബത്തെ ഉപേക്ഷിക്കുമ്പോൾ ആ പിതാവിന്റെ ഹൃദയം വിങ്ങുകയായിരുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം അല്ലാഹുവിലുള്ള വിശ്വാസം വലുതായിരുന്നു. അവിടെ കുഞ്ഞിസ്മായിൽ കാൽ തല്ലി കരഞ്ഞപ്പോൾ മണ്ണിൽ നിന്ന് സംസം എന്ന നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് ആ മരുഭൂമി മക്ക എന്ന പുണ്യ നഗരമായി മാറി. ഏറ്റവും വലിയ പരീക്ഷണം ഇനിയും വരാനിരുന്നതേയുള്ളൂ. തന്റെ ഏക മകനെ ബലി കൊടുക്കാൻ അല്ലാഹു സ്വപ്നത്തിലൂടെ ആവശ്യപ്പെട്ടു. ചോര തുടിക്കുന്ന സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഒരു പിതാവ് തയ്യാറാവുമോ? ലോകചരിത്രത്തിൽ ഇതിലും വലിയൊരു സമർപ്പണം വേറെയില്ല. മകനോട് കാര്യം പറഞ്ഞപ്പോൾ, പിതാവേ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ, എന്നെ ക്ഷമയുള്ളവനായി താങ്കൾക്ക് കാണാം എന്നായിരുന്നു ആ മകന്റെ മറുപടി. ബലി കൊടുക്കാൻ ഒരുങ്ങിയ നിമിഷം അല്ലാഹു അദ്ദേഹത്തെ തടഞ്ഞു. പകരം ഒരാടിനെ സ്വർഗത്തിൽ നിന്ന് നൽകി ആ ത്യാഗത്തെ അല്ലാഹു സ്വീകരിച്ചു. ഈ സംഭവത്തിന്റെ സ്മരണയിലാണ് ഇന്നും ലോകം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. മകൻ ഇസ്മായിലുമൊത്ത് വിശുദ്ധ കഅബ പുനർനിർമ്മിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസത്തിന്റെ വേരുകൾ ഭൂമിയിൽ ഉറപ്പിച്ചു. ഏകദേശം 175 വർഷം നീണ്ട ആ ജീവിതം അഗ്നികുണ്ഠങ്ങളെയും കണ്ണീരിനെയും അതിജീവിച്ച വിശ്വാസത്തിന്റെ പര്യായമായിരുന്നു. ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷങ്ങളായ വിശ്വാസികൾ നിസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ പേര് ചേർത്ത് പ്രാർത്ഥിക്കുന്നു എന്നത് ആ വലിയ പ്രവാചകനുള്ള അല്ലാഹുവിന്റെ ആദരവാണ്. മാനവചരിത്രം കണ്ട ഏറ്റവും ഭയാനകമായ ശിക്ഷയുടെ കഥയാണ് ഏഴാമത്തെ പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാമിൻ്റേത്.
ഇബ്രാഹിം അലൈഹിസലാമിന്റെ സഹോദരപുത്രനായിരുന്ന അദ്ദേഹം ഇന്നത്തെ ജോർദാനിലെ സദൂം എന്ന നഗരത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. എന്നാൽ സദൂമിലെ ജനങ്ങൾ ലോകം അതുവരെ കാണാത്ത അതിനീചമായ പാപങ്ങളിൽ മുഴുകിയവരായിരുന്നു. പ്രകൃതിവിരുദ്ധമായ ലൈംഗികതയും വഴിപിഴച്ച ജീവിതവുമായിരുന്നു അവരുടെ വിനോദം. നന്മയുടെ ഒരു കണിക പോലും അവശേഷിക്കാത്ത വിധം അവർ ധാർമ്മികമായി തകർന്നിരുന്നു. ലൂത്ത് അലൈഹിസലാം അവരോട് വിലപിച്ചു, "എന്റെ ജനങ്ങളെ, ലോകത്ത് ഒരാളും ഇതുവരെ ചെയ്യാത്ത ഈ തോന്യാസങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക. അല്ലാഹുവിനെ ഭയപ്പെട്ട് അവനിൽ വിശ്വസിച്ചു ജീവിക്കുക." എന്നാൽ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. "ലൂത്തേ, നീ വലിയ പരിശുദ്ധനാകാൻ നോക്കണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ ദൈവത്തിന്റെ ശിക്ഷ ഇങ്ങ് കൊണ്ടുവരൂ" എന്നായിരുന്നു അവരുടെ ധിക്കാരപരമായ വെല്ലുവിളി. ലൂത്ത് അലൈഹിസലാമിന്റെ സ്വന്തം ഭാര്യ പോലും ആ ജനതയുടെ തിന്മകൾക്ക് കൂട്ടുനിന്നു. ഒരു വൈകുന്നേരം അതിമനോഹരമായ രൂപത്തിൽ ഏതാനും യുവാക്കൾ ലൂത്ത് അലൈഹിസലാമിന്റെ അതിഥികളായി എത്തി. യഥാർത്ഥത്തിൽ അവർ മനുഷ്യരൂപം പൂണ്ട മലക്കുകളായിരുന്നു. ആ അതിഥികളെ കണ്ട സദൂമിലെ അക്രമികൾ ലൂത്ത് അലൈഹിസലാമിന്റെ വീട് വളഞ്ഞു. അവരെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് അവർ ആക്രോശിച്ചു. അതിഥികളെ അപമാനിക്കരുതെന്ന് അദ്ദേഹം കരഞ്ഞു പറഞ്ഞിട്ടും അവർ കേട്ടില്ല. ആ നിമിഷം മലക്കുകൾ ലൂത്ത് അലൈഹിസലാമിനോട് പറഞ്ഞു, "പേടിക്കണ്ട, ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്മാരാണ്. അവർക്ക് ഞങ്ങളെ സ്പർശിക്കാനാവില്ല. നേരം പുലരും മുൻപേ വിശ്വാസികളുമായി ഈ നഗരം വിട്ടുപോകുക. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. പോകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കരുത്." ലൂത്ത് അലൈഹിസലാമും അനുയായികളും രാത്രിയുടെ നിശബ്ദതയിൽ ആ നാടു വിട്ടിറങ്ങി. പ്രഭാതം പൊട്ടിവിടർന്ന നിമിഷം സദൂം നഗരത്തിനു മുകളിൽ അല്ലാഹുവിന്റെ സർവനാശം പെയ്തിറങ്ങി. ജിബ്രീൽ എന്ന മാലാഖ ആ നഗരത്തെ അതിന്റെ വേരുകളോടെ ആകാശത്തേക്കുയർത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ആ നഗരത്തെ തലകീഴായി ഭൂമിയിലേക്ക് തിരിച്ചടിച്ചു. അത്ഭുതങ്ങൾ അവിടെ അവസാനിച്ചില്ല. ആകാശത്തുനിന്ന് ചുടുകല്ലുകൾ മഴ പോലെ ആ ജനതയുടെ മേൽ വർഷച്ചു. ഓരോ കല്ലിലും അതാരെ കൊല്ലാനുള്ളതാണെന്ന പേരു രേഖപ്പെടുത്തിയിരുന്നു. ലൂത്ത് അലൈഹിസലാമിന്റെ ഭാര്യ അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ച് പിന്തിരിഞ്ഞു നോക്കി. ആ നിമിഷം അവളും ശിക്ഷയ്ക്കിരയായി. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം ഒരു വലിയ ഗർത്തമായി മാറി. ഇന്നും ജോർദാനിലെ ഡെഡ് സീ അഥവാ ചാവുകടൽ എന്നറിയപ്പെടുന്ന പ്രദേശം ആ നാശത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. അവിടെ യാതൊരു ജീവജാലങ്ങൾക്കും വസിക്കാനാവില്ല. പ്രകൃതിയുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് കാലം കരുതിവെച്ച ഏറ്റവും വലിയ താക്കീതായിരുന്നു ലൂത്ത് അലൈഹിസലാമിന്റെ ചരിത്രം. ഒരു പിതാവിന്റെ കണ്ണീരും ഒരു മാതാവിന്റെ അതിജീവനവും ഒരു പിഞ്ചുകുഞ്ഞിന്റെ സമർപ്പണവും ഒത്തുചേരുന്ന ഇതിഹാസമാണ് എട്ടാമത്തെ പ്രവാചകനായ ഇസ്മായിൽ അലൈഹിസലാമിന്റേത്. വാർദ്ധക്യത്തിന്റെ സായന്തനത്തിൽ ഇബ്രാഹിം അലൈഹിസലാമിന് അല്ലാഹു നൽകിയ കൺമണിയായിരുന്നു അദ്ദേഹം. എന്നാൽ ജനിച്ചു വീണ അധികം വൈകാതെ തന്നെ ആ കുഞ്ഞിനെ കാത്തിരുന്നത് മനുഷ്യസാധ്യമായതിലും അപ്പുറമുള്ള പരീക്ഷണങ്ങളായിരുന്നു. കൊടും വെയിൽ കാളുന്ന തുള്ളി വെള്ളമോ തണലേകുന്നൊരു മരമോ ഇല്ലാത്ത മക്കയിലെ വിജനമായ മരുഭൂമി. അവിടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജറയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും തനിച്ചാക്കി മടങ്ങാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നടക്കുമ്പോൾ ഹാജറ ബീവി പിന്നാലെ ഓടി ചോദിച്ചു, "ഞങ്ങളെ ആർക്കുവേണ്ടിയാണ് ഈ മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നത്?" അദ്ദേഹം മറുപടി നൽകിയില്ല. ഒടുവിൽ അവർ ചോദിച്ചു, "ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ?" അദ്ദേഹം അതെ എന്ന ആംഗ്യം കാണിച്ചപ്പോൾ ആ മാതാവ് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. "എങ്കിൽ അല്ലാഹു ഞങ്ങളെ കൈവിടില്ല." കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും തീർന്നു. കുഞ്ഞ് ദാഹം കൊണ്ട് കരയാൻ തുടങ്ങി. മണലിൽ കിടന്നു പിടയുന്ന തന്റെ മകനെ നോക്കി നിൽക്കാനാവാതെ ഹാജറ വെള്ളത്തിനായി പരക്കം പാഞ്ഞു. അവർ സഫാ മലയിലേക്കും മർവ മലയിലേക്കും മാറി മാറി ഓടി. മരുപ്പച്ച കണ്ടുവെന്ന് തോന്നി ഓടിച്ചെല്ലുമ്പോൾ അവിടെ വെറും മണൽ മാത്രം. 7 തവണ അവർ ആ മലകൾക്കിടയിലൂടെ ഓടിത്തീർത്തു. പെട്ടെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ നിലയ്ക്കുന്നു. മരണം പടിവാതിൽക്കലെത്തിയെന്ന് തോന്നിയ നിമിഷം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ എന്ന മാലാഖ പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞിസ്മായിൽ തന്റെ കുഞ്ഞു പാദങ്ങൾ കൊണ്ട് മണലിൽ തല്ലിയയിടത്ത് നിന്ന് അത്ഭുതകരമായൊരു നീരുറമ പൊട്ടിപ്പുറപ്പെട്ടു. അതായിരുന്നു സംസം. ഈ അത്ഭുത നീരുറവയാണ് പിൽക്കാലത്ത് മക്കയെ ലോകത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയത്. സംസം ഉറവ വന്നതോടെ പക്ഷികൾ ആ പ്രദേശത്ത് പറക്കാൻ തുടങ്ങി. പക്ഷികളുടെ സഞ്ചാരം കണ്ട് ദൂരെ നിന്ന് വന്ന ജുർഹും എന്ന യമനി ഗോത്രം അവിടെ വസിക്കാൻ ഹാജറയോട് അനുവാദം ചോദിച്ചു. അങ്ങനെ ആ വിജനമായ പ്രദേശം ഒരു ജനപദമായി മാറി. സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും വറ്റാത്ത ആ അത്ഭുത തീർത്ഥം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ അതിജീവനത്തിന്റെ അടയാളമാണ്. വർഷങ്ങൾ കടന്നുപോയി. ഇസ്മായിൽ അലൈഹിസ്സലാം ഓടിത്തുടങ്ങുന്ന പ്രായമെത്തിയപ്പോൾ വീണ്ടും ഒരു അഗ്നിപരീക്ഷണം കൂടിയെത്തി. തന്റെ ഏകമകനെ ബലി കൊടുക്കണമെന്ന അല്ലാഹുവിന്റെ സ്വപ്നം. ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് വിവരം പറഞ്ഞു. ഏതൊരു മകനും ഭയന്നോടേണ്ട സാഹചര്യം. എന്നാൽ ഇസ്മായിൽ അലൈഹിസ്സലാം ശാന്തനായി പറഞ്ഞു, "പിതാവേ,
താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ. അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നെ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാം. മരണത്തെ മുഖത്തോട് മുഖം നോക്കിക്കിടന്ന ആ മകന്റെ കഴുത്തിൽ പിതാവ് കത്തിവെച്ചു. ഭൂമിയും ആകാശവും ആ നിമിഷം വിറങ്ങലിച്ചു നിന്ന് കാണണം. സ്വന്തം മകന്റെ രക്തം ചിന്താൻ ആ പിതാവ് ഒരുങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ വിളിയുണ്ടായി, ഓ ഇബ്രാഹിം, നീ നിന്റെ സ്വപ്നം സത്യമാക്കിയിരിക്കുന്നു. ഇസ്മായിലിനു പകരം അല്ലാഹു ഒരാടിനെ സ്വർഗത്തിൽ നിന്നയച്ചു. ലോകാവസാനം വരെ നീണ്ടുനിൽക്കുന്ന ഉളൂഹിയത്ത് എന്ന ബലികർമ്മത്തിനവിടെ തുടക്കമായി. പിന്നീട് പിതാവിനൊപ്പം ചേർന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം വിശുദ്ധ കാബ് നിർമ്മിച്ചു. മക്കയിലെ ഖുറൈശി ഗോത്രത്തിന്റെ അടിത്തറയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് ലോകത്തിന്റെ പ്രകാശമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അദ്ദേഹം വളർന്നപ്പോൾ അത്യന്തം കരുത്തനും വേട്ടയാടലിൽ മിടുക്കനുമായി മാറി. എങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം അല്ലാഹുവിനോടുള്ള ഭയത്താൽ നിറഞ്ഞതായിരുന്നു. അറബി ഭാഷയുടെ പിതാവായും അദ്ദേഹം അറിയപ്പെടുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അദ്ദേഹം അത്യന്തം കൃത്യതയുള്ളവനായിരുന്നുവെന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നു. മക്കയിലെ കാബയ്ക്ക് സമീപമുള്ള ഹിജ്ർ ഇസ്മായിൽ എന്ന ഭാഗത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 137 വർഷത്തോളം ജീവിച്ച അദ്ദേഹം മനുഷ്യസാധ്യമായ എല്ലാ പരീക്ഷണങ്ങളെയും ദൈവപ്രേമത്താൽ മറികടന്ന മഹാനായ പ്രവാചകനായിരുന്നു അദ്ദേഹം. പ്രതീക്ഷകൾ അസ്തമിച്ച ഒരിടത്ത് അല്ലാഹുവിന്റെ കാരുണ്യം എങ്ങനെ പെയ്തിറങ്ങുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് 9ാമത്തെ പ്രവാചകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ ജനനം. ഇബ്രാഹിം അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ ആദ്യ പത്നി സാറയ്ക്കും പിറന്ന മകനാണ് അദ്ദേഹം. തന്റെ ആദ്യ മകൻ ഇസ്മായിലിനെ മക്കയിലെ മരുഭൂമിയിലാക്കിയ ശേഷം ഫലസ്തീനിലെ തന്റെ വാർദ്ധക്യകാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം വളരെയേറെ ഏകാന്തത അനുഭവിച്ചിരുന്നു. സാറാ ബീവിയാകട്ടെ വാർദ്ധക്യത്തിന്റെ അവശതയിലുമായിരുന്നു. ശാസ്ത്രീയമായും ജൈവികമായും അവർക്കൊരു കുഞ്ഞുണ്ടാകുക എന്നത് അസാധ്യമായിരുന്നു. ഒരു ദിവസം അങ്ങേയറ്റം സുന്ദരന്മാരായ ഏതാനും അതിഥികൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിലെത്തി. അതിഥികളെ കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവർക്കായി ഒരു കാളക്കുട്ടിയെ അറുത്തു വേവിച്ചു കൊണ്ടുവന്നു. എന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്മാരാണ്. നിങ്ങൾക്ക് വിജ്ഞാനിയായ ഒരു മകൻ ജനിക്കുമെന്ന സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇത് കേട്ടുനിന്ന സാറാ ബീവി അത്ഭുതത്തോടെ ചിരിച്ചുപോയി. വൃദ്ധയായ എനിക്കോ കുഞ്ഞുണ്ടാകുന്നത് എന്നവർ ആശ്ചര്യത്തോടെ ചോദിച്ചു. അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ ഒന്നും അസാധ്യമല്ലെന്ന് മലക്കുകൾ അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിക്കുന്നത്. ഹീബ്രു ഭാഷയിൽ ചിരിക്കുന്നവൻ എന്നാണ് ഇസ്ഹാഖ് എന്ന പേരിന്റെ അർത്ഥം. തന്റെ ജ്യേഷ്ഠ സഹോദരനായ ഇസ്മായിലിനെ പോലെ തന്നെ അത്യന്തം ക്ഷമാശീലനും ഭക്തനുമായിരുന്നു അദ്ദേഹം. പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലശേഷം ഫലസ്തീനിലെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള പ്രവാചകത്വം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. നീതിയുടെയും സത്യത്തിന്റെയും പാതയിൽ അദ്ദേഹം തന്റെ ജനതയെ നയിച്ചു. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ പരമ്പരയാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ ജനിച്ചത് അദ്ദേഹത്തിന്റെ വംശാവലിയിലാണ്. അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബ് അലൈഹിസ്സലാമിലൂടെയാണ് പിൽക്കാലത്തറിയപ്പെട്ട ബനു ഇസ്രായേൽ വംശമുണ്ടായത്. യൂസഫ് അലൈഹിമുസ്സലാം, മൂസ അലൈഹിമുസ്സലാം, ദാവൂദ് അലൈഹിമുസ്സലാം, സുലൈമാൻ അലൈഹിമുസ്സലാം, ഈസ അലൈഹിമുസ്സലാം തുടങ്ങി അനേകം പ്രവാചകന്മാർ അദ്ദേഹത്തിന്റെ പിൻഗാമികളായി വന്നു. ഏകദേശം 180 വർഷത്തോളം അദ്ദേഹം ജീവിച്ചു. സമാധാനപ്രിയനും ജനങ്ങൾക്ക് അങ്ങേയറ്റം ഉപകാരിയുമായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം. തന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കബറടക്കിയ ഫലസ്തീനിലെ മസ്ജിദുൽ ഇബ്രാഹിമിലാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാമും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയും ക്ഷമയും എങ്ങനെ ലോകചരിത്രത്തെ മാറ്റുന്ന ഒരു വലിയ പ്രവാചക വംശത്തിന് കാരണമാകുന്നു എന്ന് ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പിതാവിന്റെ ഹൃദയം എത്രത്തോളം നീറുമെന്നും ആ നീറ്റലിനിടയിലും ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെ ഒരു മനുഷ്യനെ കരുത്തനാക്കുമെന്നും പഠിപ്പിക്കുന്ന അത്ഭുത ചരിത്രമാണ് 10ാമത്തെ പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റേത്. ഇബ്രാഹിം നബിയുടെ പൗത്രനും ഇസ്ഹാഖ് നബിയുടെ മകനുമായി ജനിച്ച അദ്ദേഹത്തിന്റെ ജീവിതം പരീക്ഷണങ്ങളുടെ ഒരു കടലായിരുന്നു. അദ്ദേഹത്തിന് 12 മക്കളുണ്ടായിരുന്നു. 12 പേരെയും അദ്ദേഹം സ്നേഹിച്ചെങ്കിലും ഇളയ മക്കളായ യൂസുഫിനോടും ബിന്യാമീനോടും അദ്ദേഹത്തിനൊരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. ഈ വാത്സല്യമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടുംബകലഹത്തിനും വിരഹത്തിനും കാരണമായത്. യൂസുഫ് കണ്ട ഒരു സ്വപ്നം പിതാവിനോട് വിവരിച്ചതോടെയാണ് കഥ തുടങ്ങുന്നത്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നു എന്നായിരുന്നു ആ സ്വപ്നം. പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാമിന് അതിന്റെ പൊരുൾ മനസ്സിലായി. തന്റെ മകൻ ഭാവിയിൽ വലിയൊരു പദവിയിലെത്താൻ പോകുന്നു എന്നായിരുന്നു സ്വപ്നത്തിന്റെ ധ്വനി. ഈ വിവരം സഹോദരന്മാരോട് പറയരുതെന്ന് അദ്ദേഹം വിലക്കിയെങ്കിലും അപ്പോഴേക്കും അവർക്കിടയിൽ അസൂയയുടെ വിഷം പടർന്നു കഴിഞ്ഞിരുന്നു.
നമ്മൾ ഇത്രയും കരുത്തരായ മക്കളുണ്ടായിട്ടും ഉപ്പ എന്തിനാണ് ആ കൊച്ചു യൂസുഫിനെ മാത്രം സ്നേഹിക്കുന്നത് എന്ന ചോദ്യം അവരെ ഒരു വലിയ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചു. ഒരു ദിവസം കളിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവർ യൂസുഫിനെ കൊണ്ടുപോയി. വിജനമായ ഒരിടത്തെ ആഴമേറിയ ഇരുട്ടുനിറഞ്ഞ കിണറ്റിലേക്ക് അവർ സ്വന്തം അനിയനെ നിഷ്ക്രൂരം വലിച്ചെറിഞ്ഞു. സഹായത്തിനായി നിലവിളിച്ച ആ കുഞ്ഞിന്റെ ശബ്ദം ആ മരുഭൂമിയിൽ അലിഞ്ഞുപോയി. വൈകുന്നേരം കരഞ്ഞുകൊണ്ട് പിതാവിന്റെ അടുത്തെത്തിയ അവർ ഒരു നുണക്കഥ മെനഞ്ഞു. പിതാവേ, ഞങ്ങൾ ഓട്ടപ്പന്തയം നടത്തുന്നതിനിടയിൽ യൂസുഫിനെ ചെന്നായ പിടിച്ചു. തെളിവായി അവർ യൂസുഫിന്റെ കുപ്പായത്തിൽ ആടിന്റെ രക്തം പുരട്ടി കാട്ടിക്കൊടുത്തു. ആ കുപ്പായം നെഞ്ചോട് ചേർത്തുപിടിച്ച് യാക്കൂബ് അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന്റെ ഹൃദയം വിതുമ്പി. പക്ഷേ ആ കുപ്പായത്തിൽ കീറലുകളില്ലാത്തത് കണ്ടപ്പോൾ തന്റെ മക്കൾ തന്നെ ചതിച്ചതാണെന്ന് ആ പിതാവ് തിരിച്ചറിഞ്ഞു. എങ്കിലും അദ്ദേഹം അവരോട് ആക്രോശിച്ചില്ല. പകരം വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇനി എനിക്ക് മനോഹരമായ ക്ഷമ, സ്വബ്രുൻ ജമീൽ മാത്രമാണ് കൂട്ട്. 40 വർഷത്തോളമാണ് ആ വിരഹം നീണ്ടുനിന്നത്. മകനെ ഓർത്ത് അദ്ദേഹം രാപകൽ കരഞ്ഞു. കരഞ്ഞു അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കണ്ണുകൾ വെളുത്തുപോയി. എന്നിട്ടും അദ്ദേഹം അല്ലാഹുവിനെ തള്ളി പറഞ്ഞില്ല. യൂസുഫ് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. സ്വന്തം മക്കൾ പോലും അദ്ദേഹത്തെ പരിഹസിച്ചു. നിങ്ങളിങ്ങനെ കരഞ്ഞു സ്വയം നശിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ലോകചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വാചകങ്ങളിലൊന്നാണ്. എന്റെ സങ്കടവും മനപ്രയാസവും ഞാൻ അല്ലാഹുവിനോട് മാത്രമാണ് പരാതിപ്പെടുന്നത്. അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. ഒടുവിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. ഈജിപ്തിൽ ഭക്ഷണത്തിനായി പോയ മക്കൾ അവിടെയുള്ള ഒരു ഉന്നതനായ മന്ത്രിയെ കണ്ടുമുട്ടി. അത് യൂസുഫായിരുന്നു. തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞ യൂസുഫ് അവരോട് ക്ഷമിക്കുകയും തന്റെ കുപ്പായം നൽകി പിതാവിനടുത്തേക്ക് അയക്കുകയും ചെയ്തു. ഈ കുപ്പായം എന്റെ പിതാവിന്റെ മുഖത്തിട്ടുകൊടുക്കൂ, അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടും എന്ന് യൂസുഫ് പറഞ്ഞു. കിലോമീറ്ററുകൾക്കപ്പുറം ഫലസ്തീനിലിരുന്ന് ആ വൃദ്ധനായ പിതാവ് തന്റെ മകന്റെ ഗന്ധം തിരിച്ചറിഞ്ഞു. നിങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ പറയാം, ഇതാ യൂസുഫിന്റെ മണം ഞാൻ അനുഭവിക്കുന്നു. മക്കൾ കൊണ്ടുവന്ന കുപ്പായം യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മുഖത്തിട്ട നിമിഷം അത്ഭുതകരമായി അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചുകിട്ടി. അല്ലാഹുവിന്റെ കാരുണ്യത്തിനു മുന്നിൽ അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു. പിന്നീട് ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ വെച്ച് 40 വർഷത്തിനു ശേഷം ആ പിതാവും പുത്രനും കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അത് ലോകചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായ സമാഗമമായി മാറി. തന്റെ മക്കളോട് അദ്ദേഹം ക്ഷമിച്ചു. ജീവിതത്തിന്റെ അവസാനകാലം ഈജിപ്തിൽ മകനോടൊപ്പം സുഖമായി കഴിഞ്ഞ അദ്ദേഹം മരണസമയത്ത് തന്റെ മക്കളെ വിളിച്ചു ചോദിച്ചു, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? താങ്കളുടെയും പിതാക്കന്മാരുടെയും ദൈവമായ അല്ലാഹുവിനെ മാത്രം എന്നവർ മറുപടി പറഞ്ഞു. സഹനത്തിന്റെ കയ്പും വിശ്വാസത്തിന്റെ മധുരവും ഒരേപോലെ അനുഭവിച്ച 10ാമത്തെ പ്രവാചകൻ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം തളർന്നുപോകുന്ന ഏതൊരു മനുഷ്യനും വലിയൊരു പ്രചോദനമാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ മനുഷ്യൻ, പ്രവചനങ്ങളുടെ രാജകുമാരൻ, അതാണ് 11ാമത്തെ പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാം. അസൂയമൂത്ത സ്വന്തം സഹോദരങ്ങൾ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നിടത്താണ് യൂസുഫ് നബിയുടെ കഥ തുടങ്ങുന്നത്. നമുക്ക് യൂസുഫിനെ ഇല്ലാതാക്കണം എന്ന ഗൂഢാലോചനയോടെ അവർ ആ 10 വയസ്സുകാരനെ വനത്തിനുള്ളിലെ ഇരുട്ടുനിറഞ്ഞ അഗാധമായൊരു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് കിണറ്റിന്റെ ഭിത്തിയിൽ മുറുകെ പിടിച്ച് ആ കുട്ടി കരഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് അല്ലാഹുവിന്റെ സന്ദേശമെത്തി, യൂസുഫ്, നീ ഭയപ്പെടേണ്ട. ഒരു കാലം വരും, അന്ന് നീ ഇവർക്ക് ഇതെല്ലാം ഓർമ്മിപ്പിച്ചു കൊടുക്കും. കിണറ്റിലെ ഏകാന്തതയിൽ മരണം കാത്തുനിന്ന യൂസുഫിനെ ഒരു കച്ചവട സംഘം കണ്ടെത്തുകയും ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഈജിപ്തിലെ ധനമന്ത്രിയായ അസീസിന്റെ കൊട്ടാരത്തിലാണ് അദ്ദേഹം വളർന്നത്. യൗവനമെത്തിയപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം ഒരു ശാപമായി മാറി. മന്ത്രിപത്നി സുലൈഖ അദ്ദേഹത്തെ തെറ്റായ കാര്യത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ എന്റെ നാഥനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കൊട്ടാരത്തിലെ സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ജയിലിലേക്ക് പോകാൻ തയ്യാറായി. ഒരു കുറ്റവും ചെയ്യാതെ വർഷങ്ങളോളം അദ്ദേഹം ആ ഇരുട്ടറയിൽ കഴിഞ്ഞു. പക്ഷേ അല്ലാഹുവിന്റെ തിരക്കഥ മറ്റൊന്നായിരുന്നു. ഈജിപ്തിലെ രാജാവ് കണ്ട വിചിത്രമായൊരു സ്വപ്നം 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ വിഴുങ്ങുന്നത് ഈജിപ്തിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തി. ആർക്കും അതിന്റെ പൊരുൾ മനസ്സിലായില്ല. ഒടുവിൽ ജയിലിൽ കിടക്കുന്ന യൂസുഫിനെ രാജാവിന്റെ മുന്നിലെത്തിച്ചു. വരാനിരിക്കുന്ന 14 വർഷത്തെ കാലാവസ്ഥയും കൊടിയ ക്ഷാമവും അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചു.
യൂസുഫ് അലൈഹിസ്സലാമിന്റെ ബുദ്ധിശക്തിയിൽ വിസ്മയിച്ച രാജാവ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല, ഈജിപ്തിന്റെ സമ്പൂർണ്ണ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ക്ഷാമം കടുത്തപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് യൂസുഫിനെ കിണറ്റിലെറിഞ്ഞ ആ സഹോദരങ്ങൾ ഭക്ഷണത്തിനായി ഈജിപ്തിലെ രാജകൊട്ടാരത്തിലെത്തി. കിലോമീറ്ററുകൾക്കപ്പുറം ഫലസ്തീനിൽ നിന്ന് വിശന്നു വലഞ്ഞു വന്ന അവർക്ക് മുന്നിൽ സിംഹാസനത്തിലിരിക്കുന്നത് തങ്ങൾ കൊന്നുവെന്ന് കരുതിയ അനിയനാണെന്ന് അവർ അറിഞ്ഞില്ല. ശ്വാസമടക്കിപ്പിടിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. ഒടുവിൽ യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു, യൗവനകാലത്ത് യൂസുഫിനോടും അനിയനോടും നിങ്ങൾ ചെയ്തതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചോദ്യം കേട്ടതും സഹോദരങ്ങൾ ഞെട്ടിവിറച്ചു. നീ യൂസുഫ് തന്നെയാണോ? അവർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അതെ, ഞാൻ യൂസുഫാണ്. ഇതെന്റെ അനുജൻ ബിന്യാമീനും. ആ നിമിഷം അവർക്ക് മുന്നിൽ സത്യം വെളിപ്പെട്ടു. തന്നെ കൊലപ്പെടുത്താൻ നോക്കിയവരോട് അദ്ദേഹം പകവീട്ടില്ല. പകരം പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു പ്രതികാരവുമില്ല. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ആ പ്രഖ്യാപനം ഒരു കൊട്ടാരത്തെ മുഴുവൻ നിശബ്ദമാക്കി. പിന്നീട് തന്റെ പിതാവായ യാക്കൂബ് അലൈഹിസ്സലാമിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും 40 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് അവർ ഒന്നിക്കുകയും ചെയ്തു. കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം കണ്ട സ്വപ്നം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നത്, ഈജിപ്തിലെ ആ രാജകൊട്ടാരത്തിൽ യാഥാർത്ഥ്യമായി. ഒരടിമയായി വിൽക്കപ്പെട്ടവൻ ഒരു മഹാസാമ്രാജ്യത്തിന്റെ രക്ഷകനായി മാറിയ ഈ ചരിത്രം ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഏകദേശം 110 വർഷം ജീവിച്ച അദ്ദേഹം മരണസമയത്ത് ഒരു പ്രവാചകനെന്ന നിലയിൽ ഏറ്റവും വലിയ ദൗത്യം പൂർത്തിയാക്കിയാണ് തന്റെ നാഥനിലേക്ക് മടങ്ങിയത്. ഇന്നും യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ഒരു രോമാഞ്ചം വിരിയും. കാരണം അത് നീതിയുടെയും അത്ഭുതങ്ങളുടെയും കഥയാണ്. ക്ഷമ എന്ന വാക്കിനു പകരമായി ലോകം ഉപയോഗിക്കുന്ന പേരാണ് 12ാമത്തെ പ്രവാചകനായ അയ്യൂബ് അലൈഹിസ്സലാമിന്റേത്. അത്രമേൽ ഭീകരമായ പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. തുടക്കത്തിൽ അദ്ദേഹം എല്ലാവിധ സൗഭാഗ്യങ്ങളുമുള്ള വ്യക്തിയായിരുന്നു. ധാരാളം മക്കൾ, വിശാലമായ കൃഷിയിടങ്ങൾ, ആയിരക്കണക്കിന് കന്നുകാലികൾ, അളവറ്റ സമ്പത്ത്, ഒപ്പം എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രവാചക പദവിയും. എന്നാൽ അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ദാസനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ കൊടുങ്കാറ്റിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരം തകർന്നു വീഴുകയും എല്ലാ മക്കളും മരണപ്പെടുകയും ചെയ്തു. പിന്നാലെ വന്ന പ്രകൃതിക്ഷോഭത്തിൽ അദ്ദേഹത്തിന്റെ ആടുമാടുകളും കൃഷിയിടങ്ങളും പൂർണ്ണമായും നശിച്ചു. സമ്പന്നനായിരുന്ന അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് ദരിദ്രനായി. പക്ഷേ അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞത് ഒന്നുമാത്രം: അല്ലാഹു തന്നു, അവൻ തന്നെ തിരികെയെടുത്തു, അവനാണ് സർവസ്തുതിയും. എന്നാൽ പരീക്ഷണം അവിടെയും തീർന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തെ മാരകമായൊരു രോഗം ബാധിച്ചു. ദേഹം മുഴുവൻ വ്രണങ്ങൾ പടർന്നു. ആ ചർമ്മരോഗം കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. ഇത് കണ്ട് നാട്ടുകാരും ബന്ധുക്കളും അദ്ദേഹത്തെ കൈവിട്ടു. അദ്ദേഹം നഗരത്തിനു പുറത്തെ ഒരു കുപ്പത്തൊട്ടിയിലേക്ക് മാറ്റപ്പെട്ടു. വർഷങ്ങളോളം ആ ദുരിതം നീണ്ടുനിന്നു. തന്റെ കൂടെ ആരുമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പത്നി റഹ്മ മാത്രം അദ്ദേഹത്തെ തളരാതെ ശുശ്രൂഷിച്ചു. ജീവൻ നിലനിർത്താൻ മറ്റുള്ളവരുടെ വീടുകളിൽ പണിയെടുത്താണ് അവർ അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയിരുന്നത്. 18 വർഷം ഈ ഭീകരമായ അവസ്ഥയിൽ അദ്ദേഹം കഴിഞ്ഞത് നീണ്ട 18 വർഷമാണ്. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. നാവിലും ഹൃദയത്തിലും മാത്രമേ രോഗം ബാധിക്കാതിരുന്നുള്ളൂ. അദ്ദേഹം തന്റെ നാഥനെ വിളിച്ച് പ്രാർത്ഥിച്ചു: എന്റെ നാഥ, എനിക്ക് കഠിനമായ ദുരിതം ബാധിച്ചിരിക്കുന്നു. നീയാണല്ലോ കരുണാനിധികളിൽ വച്ച് ഏറ്റവും വലിയ കരുണാനിധി. ആ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി. ഉടൻ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനയെത്തി: അയ്യൂബ്, നീ നിന്റെ കാൽ കൊണ്ട് ഭൂമിയിൽ ചവിട്ടുക. അദ്ദേഹം കാൽ ഭൂമിയിൽ അടിച്ചപ്പോൾ അവിടെ നിന്ന് തണുത്ത ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ നീ കുളിക്കുക, ആ വെള്ളം കുടിക്കുക എന്ന് അല്ലാഹു കൽപ്പിച്ചു. ആ വെള്ളത്തിൽ കുളിച്ച നിമിഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ സകല രോഗങ്ങളും അത്ഭുതകരമായി അപ്രത്യക്ഷമായി. 18 വർഷത്തെ നരകം അവസാനിപ്പിച്ച് അദ്ദേഹം ഒരു യുവാവിനെ പോലെ സുന്ദരനായി പുറത്തുവന്നു. നഷ്ടപ്പെട്ട സമ്പത്തും ആരോഗ്യവും മക്കളും എല്ലാം അല്ലാഹു അദ്ദേഹത്തിന് ഇരട്ടിയായി തിരികെ നൽകി. മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിച്ച അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇന്നും ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്: എത്ര വലിയ ഇരുട്ടിലാണെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുക. പ്രഭാതം അകലെയല്ല. തന്റെ നാഥന്റെ വിധിയിൽ തരിമ്പും പരാതി പറയാതെ ക്ഷമിച്ച ആ പ്രവാചകനെ ഖുർആൻ വിശേഷിപ്പിച്ചത് അദ്ദേഹം എത്ര നല്ല ദാസനാകുന്നു എന്നാണ്. നാഗരികതയുടെ മറവിൽ അക്രമവും വഞ്ചനയും നിയമമായി മാറിയ മദ്യൻ എന്ന ദേശത്തേക്കാണ് 13ാമത്തെ പ്രവാചകനായി ഷുവൈബ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നത്. മദ്യൻകാർ വെറുമൊരു ജനതയായിരുന്നില്ല. കച്ചവടത്തിൽ അതിവിദഗ്ധരും എന്നാൽ അങ്ങേയറ്റം ക്രൂരരുമായിരുന്നു അവർ.
അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നത് അവരുടെ ശീലമായിരുന്നു. വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങുകയും വിൽക്കുമ്പോൾ കുറച്ചു നൽകുകയും ചെയ്യുന്ന ചതിയുടെ വലിയൊരു സാമ്രാജ്യം തന്നെ അവർ കെട്ടിപ്പടുത്തിയിരുന്നു. ഇതിനെല്ലാം പുറമെ കാട്ടിലെ മരങ്ങളെ അവർ ദൈവമായി ആരാധിക്കുകയും ചെയ്തിരുന്നു. ഈ ചതിക്കുഴികൾക്കിടയിലേക്കാണ് ഷുഐബ് അലൈഹിസ്സലാം തന്റെ വിസ്മയിപ്പിക്കുന്ന പ്രഭാഷണങ്ങളുമായി കടന്നുചെന്നത്. എന്റെ ജനങ്ങളെ, നിങ്ങൾ അളവിലും തൂക്കത്തിലും നീതി കാണിക്കുക. ജനങ്ങളുടെ സാധനങ്ങളിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. അല്ലാഹു നൽകിയ ലാഭമാണ് നിങ്ങൾക്കുത്തമം എന്ന് അദ്ദേഹം സ്നേഹത്തോടെ ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു. പക്ഷേ ആ ജനതയുടെ ഹൃദയങ്ങൾ കല്ലുപോലെ കഠിനമായിരുന്നു. അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. ഷുഐബ്, നിന്റെ ഈ പ്രാർത്ഥനയാണോ ഞങ്ങളുടെ പാരമ്പര്യത്തെയും സ്വത്തിനെയും ഉപേക്ഷിക്കാൻ ഞങ്ങളോട് പറയുന്നത്? നീ വലിയ വിവേകിയാണെന്ന് ചമയുകയാണോ? അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തെയും അനുയായികളെയും നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നവർ ആക്രോശിച്ചു. വഴിയിൽ കാവൽ നിന്ന വിശ്വാസികളെ അവർ ഉപദ്രവിച്ചു. ഒടുവിൽ അവർ ആ വലിയ വെല്ലുവിളി നടത്തി. നീ സത്യവാനാണെങ്കിൽ ആകാശത്തുനിന്നൊരു കഷ്ണം ഞങ്ങളുടെ മേൽ വീഴ്ത്തുക. ആ വെല്ലുവിളി അവരുടെ നാശത്തിന്റെ തുടക്കമായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മദ്യൻ നഗരത്തിനു മുകളിൽ പ്രകൃതി അതിന്റെ ഭാവം മാറ്റി. ശ്വാസം വലിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ വായു നിശ്ചലമായി. ഭയാനകമായ ഒരു ചൂട് ആ നഗരത്തെ പൊതിഞ്ഞു. വെള്ളം കുടിച്ചാൽ ദാഹം മാറുന്നില്ല. തണലിലിരുന്നാൽ ശരീരം വെന്തുരുകുന്നു. 7 ദിവസം ആ ജനത നരകതുല്യമായ ആ ചൂടിൽ കിടന്നു പിടഞ്ഞു. അവരുടെ കൊട്ടാരങ്ങൾ ചൂളകളായി മാറി. 8-ാം ദിവസം പ്രഭാതത്തിൽ ചക്രവാളത്തിൽ ഒരു ഭീമാകാരമായ കറുത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ജനത ആർത്തിയോടെ ആ മേഘത്തിന് താഴേക്ക് ഓടിക്കൂടി. ഇതാ തണൽ, ഇതാ മഴ എന്നവർ ആർത്തു വിളിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ആ വലിയ മേഘത്തിന് താഴെ ഒത്തുകൂടി നിൽക്കെ പെട്ടെന്ന് ആ മേഘം നിശബ്ദമായി. ഒരു നിമിഷം എല്ലാം നിശ്ചലമായ പോലെ. പെട്ടെന്നായിരുന്നു ആ പൊട്ടിത്തെറി. മേഘങ്ങൾക്കുള്ളിൽ നിന്ന് ഭൂമി പിളർക്കുന്നത്ര ഭീകരമായൊരു ഗർജനം പുറപ്പെട്ടു. ആ ശബ്ദതരംഗങ്ങളുടെ ആഘാതത്തിൽ ആളുകളുടെ ചെവിയിൽ നിന്ന് ചോരയൊഴുകി. അവരുടെ ഹൃദയമിടിപ്പുകൾ നിന്നുപോയി. തൊട്ടുപിന്നാലെ ആകാശത്തുനിന്ന് തീതുപ്പുന്ന മിന്നലുകൾ ആ ജനതയുടെ മേൽ തുരുതുരാ പെയ്തിറങ്ങി. ഭൂമി ഭ്രാന്തമായി കുലുങ്ങാൻ തുടങ്ങി. തണൽ നൽകുമെന്നവർ കരുതിയ ആ മേഘം അവരെ ജീവനോടെ ദഹിപ്പിക്കുന്ന ഒരു ചിതയായി മാറി. പുകയടങ്ങിയപ്പോൾ അവിടെ അവശേഷിച്ചത് ശ്മശാനതുല്യമായ നിശബ്ദത മാത്രം. തലേദിവസം വരെ അഹങ്കാരത്തോടെ ഗർജിച്ചവർ തങ്ങളുടെ വീടുകൾക്കുള്ളിൽ മുഖം കുത്തി വീണുകിടക്കുന്ന വെറും ശവങ്ങളായി മാറി. കഠിനമായി ചതി നടത്തിയ ആ ജനത അവിടെ ഒരിക്കലും വസിച്ചിട്ടില്ലാത്ത വിധം തുടച്ചു നീക്കപ്പെട്ടു. എന്നാൽ ഷുഐബ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും അല്ലാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. തന്റെ ജനതയുടെ നാശം കണ്ട് വേദനയോടെ അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഞാൻ എന്റെ നാഥന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നു. സത്യനിഷേധികളായ ഒരു ജനതയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെ സങ്കടപ്പെടാനാണ്? കച്ചവടത്തിലും ജീവിതത്തിലും സത്യസന്ധത കൈവിട്ടവർക്കുള്ള ഏറ്റവും വലിയ പാഠമായി മദ്യന്റെ ചരിത്രം ഇന്നും അവശേഷിക്കുന്നു. ഈജിപ്ത് നഗരം ഭീതിയുടെ നിഴലിലായിരുന്നു. ഇസ്രായേൽ വംശജരിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളുടെയും ശിരസ്സറുക്കണം. ഏകാധിപതിയായ ഫറവോയുടെ കൽപ്പനയായിരുന്നു. ഫറവോയുടെ സൈനികർ നഗരം അരിച്ചുപെറുക്കുകയാണ്. അന്നു രാത്രിയാണ് മൂസ അലൈഹിസ്സലാമിന്റെ ജനനം. തന്റെ കുഞ്ഞിനെ കാത്തുരക്ഷിക്കാൻ ആ ഉമ്മയ്ക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശം വിശ്വസിക്കാനാവാത്തതായിരുന്നു. ഒരു മരപ്പെട്ടിക്കുള്ളിലാക്കി ആ പിഞ്ചു കുഞ്ഞിനെ ഇരമ്പിയൊഴുകുന്ന നൈൽ നദിയിലേക്ക് ഒഴുക്കിവിടുക. എന്നാൽ വിധി വിചിത്രമായിരുന്നു. ആ കുട്ടി ചെന്നുചേർന്നത് ഫറവോയുടെ കൊട്ടാരമുറ്റത്താണ്. ഫറവോയുടെ പത്നി ആസിയയുടെ കൈകളിൽ ആ കുഞ്ഞ് സുരക്ഷിതനായി. തന്നെ തകർക്കാൻ പോകുന്നവനെ ഫറവോ സ്വന്തം നെഞ്ചോടണച്ച് വളർത്തി. യൗവനത്തിൽ അബദ്ധത്തിൽ ഒരു ഈജിപ്തുകാരൻ കൊല്ലപ്പെട്ടതോടെ മൂസാ നബി പലായനം ചെയ്യേണ്ടി വന്നു. മദ്യനിലെ ദീർഘകാല പ്രവാസത്തിനു ശേഷം തിരിച്ചുവരുന്ന വഴിയിൽ സീനായ് പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ചാണ് ആ വിസ്മയം സംഭവിക്കുന്നത്. ഇരുട്ടിൽ ദൂരെ ഒരു അഗ്നി കത്തുന്നത് കണ്ട് അദ്ദേഹം അവിടേക്ക് നടന്നു. അതൊരു സാധാരണ തീയല്ലായിരുന്നു. പച്ചപ്പിന് നടുവിൽ കത്തിയെരിയുന്ന ഒരു പ്രകാശം. അവിടെ വെച്ച് ആ പ്രകാശം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഒരു വടി സമ്മാനമായി നൽകി. അത് അല്ലാഹുവിന്റെ പ്രകാശമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വടി സാധാരണ ഒരു ഊന്നുവടിയായിരുന്നില്ല. മറിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച 9 ദിവ്യദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പനയാൽ ആ വടി നിലത്തിടുമ്പോഴെല്ലാം അതൊരു ഭീമാകാരമായ സർപ്പമായി മാറി ശത്രുക്കളെ ഭയപ്പെടുത്തി. ദാഹിച്ചു വലഞ്ഞ തന്റെ ജനതയ്ക്കായി ഒരു കരിമ്പാറയിൽ ആ വടി കൊണ്ടടിച്ചപ്പോൾ അതിൽ നിന്ന് 12 നീരുറവുകൾ അത്ഭുതകരമായി പൊട്ടിപ്പുറപ്പെട്ടു. പ്രകൃതി നിയമങ്ങളെപ്പോലും തിരുത്തിക്കുറിക്കാൻ
അല്ലാഹു തന്റെ പ്രവാചകന് നൽകിയ ഏറ്റവും വലിയ ആയുധമായിരുന്നു ആ വടി. ഈജിപ്തിലെ പ്രഗത്ഭരായ മന്ത്രവാദികൾ തങ്ങളുടെ വിദ്യകൾ കാട്ടി വടികളെ സർപ്പങ്ങളാക്കി മാറ്റുമായിരുന്നു. ജനങ്ങൾ ഞെട്ടിനിൽക്കെ മൂസാ നബി തന്റെ വടി താഴെയിട്ടു. പെട്ടെന്നതൊരു ഭീമാകാരമായ മലമ്പാമ്പായി മാറുകയും മറ്റുള്ളവരുടെ തന്ത്രങ്ങളെ മുഴുവൻ വിഴുങ്ങിക്കളയുകയും ചെയ്തു. ഇതൊരു കൺകെട്ടല്ലെന്ന് മനസ്സിലാക്കിയ മന്ത്രവാദികൾ അവിടെ തന്നെ സാഷ്ടാംഗം വീണു. പ്രകോപിതനായ ഫറവോ ഈജിപ്തിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവിടെയാണ് ഈജിപ്ത് കണ്ട ആ 9 മഹാശിക്ഷകൾ പെയ്തിറങ്ങുന്നത്. മൂസാ നബി തന്റെ വടി വെള്ളത്തിലിട്ടപ്പോൾ നൈൽ നദിയിലെ വെള്ളം മുഴുവൻ ചുവന്ന രക്തമായി മാറി. ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാതെ വലഞ്ഞു. പിന്നാലെ ലക്ഷക്കണക്കിന് തവളകൾ കൊട്ടാരവും വീടുകളും കീഴടക്കി. പുഴുക്കളും പേനുകളും വെട്ടുകിളികളും ഈജിപ്തിലെ കൃഷിയിടങ്ങൾ ചാരമാക്കി. ഓരോ തവണയും ഫറവോ മാപ്പ് ചോദിച്ചെങ്കിലും പിന്നീട് തന്റെ ക്രൂരത തുടർന്നു. ഒടുവിൽ ആ രാത്രിയെത്തി. ഫറവോയുടെ മർദ്ദനം സഹിക്കവയ്യാതെ ഒരു രാത്രിയിൽ മൂസാ നബിയും അനുയായികളും ഈജിപ്ത് വിട്ടിറങ്ങി. വിവരമറിഞ്ഞ ഫറവോ തന്റെ വമ്പൻ സൈന്യവുമായി വേട്ടപ്പട്ടികളെ പോലെ പിന്നാലെ പാഞ്ഞു. നേരം വെളുത്തപ്പോൾ മൂസാ നബിയും സംഘവും ചെന്നുനിന്നത് അലറി വിളിക്കുന്ന ചെങ്കടലിനു മുന്നിലാണ്. മുൻപിൽ മരണം മണക്കുന്ന കടൽ, പിന്നിൽ ആയുധങ്ങളുമായി ഫറവോയുടെ സൈന്യം. ഞങ്ങൾ അകപ്പെട്ടുപോയി എന്ന് ജനം നിലവിളിച്ചപ്പോൾ മൂസാ നബി അചഞ്ചലനായി നിന്നു. അല്ലാഹുവിന്റെ കൽപ്പന വന്നു, മൂസ, നിന്റെ വടികൊണ്ട് കടലിൽ അടിക്കുക. ആ നിമിഷം പ്രകൃതി നിയമങ്ങൾ തകിടം മറിഞ്ഞു. കടൽ പിളർന്നു. ഇരുവശത്തും മലകളോളം ഉയരത്തിൽ ജലം ഭിത്തി പോലെ നിശ്ചലമായി നിന്നു. നടുവിൽ മിനുസമുള്ള ഉണങ്ങിയ പാത പ്രത്യക്ഷപ്പെട്ടു. അവർ അതിലൂടെ ഓടി മറുകരയിലെത്തി. സൈന്യവുമായി കടലിന്റെ നടുവിലെത്തിയ ഫറവോ കണ്ടത് ആകാശത്തോളം ഉയർന്ന ജലഭിത്തികൾ തനിക്ക് നേരെ തകർന്നു വീഴുന്നതാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ആ സാമ്രാജ്യം കടലിനടിയിലായി. ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ ഫറവോ അല്ലാഹുവിനെ വിളിച്ചു. എന്നാൽ ആ സമയം അതിക്രമിച്ചിരുന്നു. അവന്റെ ശരീരം ചീഞ്ഞുപോകാതെ അല്ലാഹു സംരക്ഷിച്ചു. ഇന്നും അത് കൈറോയിലെ മ്യൂസിയത്തിൽ ഒരു കാഴ്ച വസ്തുവായി തുടരുന്നു. അത്ഭുതങ്ങൾ അവിടെയും തീർന്നില്ല. മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ ജനതയ്ക്കായി മൂസാ നബി പാറക്കല്ലിൽ അടിച്ചപ്പോൾ അതിൽ നിന്ന് 12 നീരുറവുകൾ പൊട്ടിപ്പുറപ്പെട്ടു. അവർക്ക് വിശന്നപ്പോൾ ആകാശത്ത് നിന്ന് മന്ന എന്ന ദിവ്യഭക്ഷണം മഴ പോലെ പെയ്തിറങ്ങി. കത്തുന്ന വെയിലിൽ അവർക്ക് തണലേകാൻ മേഘങ്ങൾ കൂടെ സഞ്ചരിച്ചു. അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച കലീമുല്ലാഹായിരുന്നു അദ്ദേഹം. അഹങ്കാരത്തിന്റെ പതനവും സത്യത്തിന്റെ മഹാവിജയവും അടയാളപ്പെടുത്തിയ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്നും മനുഷ്യർക്ക് ഒരു വിസ്മയമാണ്. ഭൂമിയിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായ ഫറോവയുടെ അടുത്തേക്ക് പോകാൻ അല്ലാഹു കൽപ്പിച്ചപ്പോൾ അത്യന്തം വിനീതനായി മൂസാ നബി ഒരു പ്രാർത്ഥന നടത്തി. എന്റെ നാഥ, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ സഹോദരൻ ഹാറൂനിനെ എനിക്ക് സഹായിയായി നൽകണമേ. മൂസാ നബിയുടെ വാക്കുകൾക്ക് കരുത്തു പകരാനും കൂട്ടിനുമായി അല്ലാഹു തെരഞ്ഞെടുത്ത മഹാനായ പ്രവാചകനായിരുന്നു ഹാറൂൻ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ വാക്ചാതുരിയായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ കത്തുന്ന കനൽ നാവിലെടുത്തത് കാരണം മൂസാ നബിക്ക് സംസാരിക്കുമ്പോൾ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഹാറൂൻ നബി ആകട്ടെ അങ്ങേയറ്റം സ്പഷ്ടമായും ഹൃദയഹാരിയായും സംസാരിക്കാൻ കഴിവുള്ളവനായിരുന്നു. ഫറോവയുടെ കൊട്ടാരത്തിൽ മൂസാ നബി സത്യം വിളിച്ചു പറയുമ്പോൾ ആ വാദങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും ഗാംഭീര്യവും നൽകി ഹാറൂൻ നബി കൂടെ നിന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നടന്നത് സീനായ് മരുഭൂമിയിൽ വെച്ചാണ്. മൂസാ നബി അല്ലാഹുവിനെ കാണാനും വേദഗ്രന്ഥം സ്വീകരിക്കാനുമായി 40 ദിവസത്തേക്ക് പർവ്വതത്തിലേക്ക് പോയ സമയം. ആ ഇടവേളയിൽ ഇസ്രായേൽ ജനതയെ നയിക്കാനുള്ള ചുമതല ഹാറൂൻ നബിക്കായിരുന്നു. ഈ സമയം സാമിരി എന്നൊരാൾ ജനങ്ങളെ വഞ്ചിച്ചു. അവൻ സ്വർണം കൊണ്ട് ഒരു പശുക്കിടാവിനെ നിർമ്മിക്കുകയും അത് ദൈവമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഗ്രഹാരാധനയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഹാറൂൻ നബി അവരെ തടയാൻ കിണഞ്ഞു ശ്രമിച്ചു. എന്റെ ജനങ്ങളെ, നിങ്ങൾ വഴിപിഴച്ചു പോകരുത്, അല്ലാഹുവിലേക്ക് മടങ്ങൂ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ ആ ജനത അദ്ദേഹത്തെ പരിഹസിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തിരിച്ചുവന്ന മൂസാ നബി ജനങ്ങളുടെ അവസ്ഥ കണ്ട് അതിയായി കോപിച്ചു. സ്വന്തം സഹോദരൻ വീഴ്ച വരുത്തിയെന്ന് കരുതി ഹാറൂൻ നബിയുടെ താടിയിൽ പിടിച്ചു കുലുക്കി മൂസാ നബി ചോദ്യം ചെയ്തു. അപ്പോൾ ഹാറൂൻ നബി ശാന്തനായി പറഞ്ഞു, എന്റെ സഹോദര, താങ്കൾ എന്റെ തലയിലോ താടിയിലോ വേദനിപ്പിക്കരുത്. ഞാൻ കഠിനമായി ശ്രമിച്ചു, പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാകുന്നത് ഞാൻ ഭയപ്പെട്ടു.
അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെട്ട മൂസാ നബി തന്റെ സഹോദരനു വേണ്ടി അല്ലാഹുവോട് മാപ്പിരുന്നു. മൂസാ നബിയേക്കാൾ 3 വയസ്സിന് മുതിർന്നവനായിരുന്നു ഹാറൂൻ നബി. ജനങ്ങൾക്ക് അദ്ദേഹം വലിയ പ്രിയപ്പെട്ടവനായിരുന്നു. മൂസാ നബിയുടെ മരണം വരെ അദ്ദേഹത്തിന്റെ വലം കൈയായി ഹാറൂൻ നബി കൂടെയുണ്ടായിരുന്നു. പ്രബോധന വീഥിയിൽ ഒറ്റയ്ക്കല്ലെന്നും ആത്മാർത്ഥമായൊരു സഹോദരൻ കൂടെയുണ്ടാകുന്നത് എത്ര വലിയ കരുത്താണെന്നും ഹാറൂൻ നബിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചക ചരിത്രത്തിലെ അതിശയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് 16ാമത്തെ പ്രവാചകനായ ദുൽകിഫിൽ അലൈഹിസലാം. ഇബ്രാഹിം നബിയുടെ പുത്രനായ ഇസ്ഹാഖ് നബിയുടെ കുടുംബ പരമ്പരയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബിഷിർ എന്നായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ദുൽകിഫിൽ എന്ന നാമത്തിലാണ്. ഇതിന്റെ അർത്ഥം ഒരു വലിയ ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ എന്നാണ്. ഈ പേര് അദ്ദേഹത്തിന് ലഭിച്ചതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അക്കാലത്തെ പ്രവാചകനായിരുന്ന അൽ യസഅൽ അലൈഹിസലാം വാർദ്ധക്യത്തിലെത്തിയപ്പോൾ തന്റെ ജനതയെ സന്മാർഗത്തിൽ നയിക്കാൻ യോഗ്യനായ ഒരു പിൻഗാമിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. അദ്ദേഹം ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി സഭയിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്തി. പകൽ സമയം നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആൾ ആരാണോ, അദ്ദേഹത്തിന് എന്റെ അധികാരം ഞാൻ കൈമാറും. കഠിനമായ ഈ ഉപാധികൾ കേട്ട് പ്രഗത്ഭരായ പലരും മൗനം പാലിച്ചു. എന്നാൽ സദസ്സിന്റെ ഒരു മൂലയിൽ നിന്ന് ബിഷിർ എന്ന യുവാവ് എഴുന്നേറ്റ് നിന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാനിത് ഏറ്റെടുക്കുന്നു. അന്ന് പ്രായം കുറവായതിനാൽ അദ്ദേഹത്തെ തിരിച്ചയച്ചെങ്കിലും പിന്നീട് നടന്ന സഭകളിലും അദ്ദേഹം തന്നെ ഈ വെല്ലുവിളി ഏറ്റെടുത്തതോടെയാണ് 16ാമത്തെ പ്രവാചകനായി ദുൽകിഫിൽ നിയോഗിക്കപ്പെടുന്നത്. അധികാരമേറ്റെടുത്ത ദുൽകിഫിൽ നബിക്ക് വിശ്രമമില്ലാത്ത നാളുകളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പകൽ മുഴുവൻ നോമ്പെടുത്ത് ജനങ്ങളുടെ പരാതികൾ കേൾക്കുകയും അവർക്ക് നീതി നടപ്പിലാക്കുകയും ചെയ്യും. രാത്രിയായാൽ കണ്ണു ചിമ്മാതെ അല്ലാഹുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന്റെ ഈ അസാമാന്യമായ ക്ഷമയും അച്ചടക്കവും കണ്ട് അസൂയ മൂത്ത പിശാച് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദുൽകിഫിൽ നബിക്ക് പകൽ സമയം അല്പം വിശ്രമിക്കാൻ ലഭിക്കുന്ന നിമിഷങ്ങൾ നോക്കി പിശാച് ഒരു വൃദ്ധന്റെ വേഷത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്തും. എന്നിട്ട് ഇല്ലാത്ത പരാതികൾ പറഞ്ഞ് മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ സമയം കളയും. ഉറക്കമില്ലാത്ത ക്ഷീണത്തിലും തളർച്ചയിലും പോലും ആ വൃദ്ധനോട് ദേഷ്യപ്പെടുകയോ ശബ്ദമുയർത്തുകയോ ചെയ്യാതെ ദുൽകിഫിൽ നബി ശാന്തനായിരുന്നു. ദിവസങ്ങളോളം ഈ പരീക്ഷണം തുടർന്നു. ഒടുവിൽ ഒരു പ്രവാചകന്റെ അചഞ്ചലമായ ക്ഷമയ്ക്ക് മുന്നിൽ പിശാചിന് തോൽവി സമ്മതിച്ച് പിന്മാറേണ്ടി വന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം അങ്ങേയറ്റം നീതിമാനായിരുന്നു. ജനങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുമ്പോഴും ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സ്വന്തം വികാരങ്ങൾക്കോ ദേഷ്യത്തിനോ അദ്ദേഹം കീഴ്പ്പെട്ടില്ല. വാക്ക് നൽകിയാൽ അത് ജീവൻ കൊടുത്തും പാലിക്കണമെന്ന വലിയൊരു സന്ദേശമാണ് 16ാമത്തെ പ്രവാചകനായ ദുൽകിഫിൽ അലൈഹിസലാമിന്റെ ജീവിതം നൽകുന്നത്. ഖുറാനിൽ ഇസ്മായിൽ നബിക്കും ഇദ്രീസ് നബിക്കുമൊപ്പം ക്ഷമയുള്ളവരുടെ കൂട്ടത്തിലാണ് അല്ലാഹു ഇദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ജനതയെ ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ച അദ്ദേഹം ദീർഘകാലം ജീവിച്ചു. അധികാരം ലഭിക്കുമ്പോൾ അഹങ്കരിക്കാതെ ഉത്തരവാദിത്വങ്ങൾ ഒരു ആരാധനയായി കണ്ട് പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ ചരിത്രം ഇന്നും ലോകത്തിന് വലിയൊരു പ്രചോദനമാണ്. ഇറാഖിലെ ബാബിലോണിനടുത്തുള്ള അൽ കിഫിൽ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. മനുഷ്യസാധ്യമായ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഒരിടത്ത് പ്രപഞ്ചനാഥന്റെ സഹായം എങ്ങനെ എത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് 17ാമത്തെ പ്രവാചകനായ യൂനുസ് അലൈഹിസലാമിന്റെ ചരിത്രം. ഇന്നത്തെ ഇറാഖിലെ നൈനവ എന്ന ദേശത്താണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. 100,000-ലധികം ജനങ്ങൾ അധിവസിച്ചിരുന്ന ആ നഗരത്തിൽ വിഗ്രഹാരാധനയും അധർമ്മവും കൊടികുത്തി വാണിരുന്നു. ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ച യൂനുസ് നബിയെ അവർ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. വർഷങ്ങളോളം ക്ഷണയുടെ പ്രബോധനം നടത്തിയിട്ടും ആ ജനത മാറ്റത്തിന് തയ്യാറായില്ല. ഒടുവിൽ തന്റെ ജനതയുടെ കടുംപിടുത്തത്തിൽ മനംനൊന്ത് അല്ലാഹുവിന്റെ പ്രത്യേക അനുമതി കാത്തുനിൽക്കാതെ യൂനുസ് നബി ആ നാട് വിട്ടുപോയി. പുറപ്പെടുമ്പോൾ അദ്ദേഹം തന്റെ ജനതയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. 3 ദിവസത്തിനുള്ളിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ തേടിയെത്തും. അദ്ദേഹം നഗരം വിട്ടതിനു പിന്നാലെ ആകാശം കറുത്തിരുണ്ടു, ഭൂമി നടുങ്ങി. പുകയും ചാരവും ആ നഗരത്തെ മൂടി. പടച്ചവന്റെ ശിക്ഷ തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഭയന്നു വിറച്ചു. അവർ കൊട്ടാരങ്ങളിൽ നിന്നും കുടിലുകളിൽ നിന്നും തെരുവിലേക്കിറങ്ങി. തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനത മുഴുവൻ ശിക്ഷയെ പേടിച്ച് ഒരുമിച്ച് പശ്ചാത്തപിച്ചപ്പോൾ അല്ലാഹു അവർക്ക് മാപ്പ് നൽകി. എന്നാൽ ഇതൊന്നും അറിയാതെ യൂനുസ് നബി ബഹുദൂരം യാത്ര ചെയ്തിരുന്നു.
നൈനവയിൽ നിന്ന് അകലെയുള്ള ഒരു തുറമുഖത്തെത്തിയ അദ്ദേഹം ഒരു കപ്പലിൽ കയറി. കടൽ ശാന്തമായിരുന്നു. എന്നാൽ കപ്പൽ നടുകടലിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി പ്രകൃതി മാറിമറിഞ്ഞു. ആകാശം ഇടിമിന്നലുകളാൽ പിളർന്നു. ഭീമാകാരമായ തിരമാലകൾ കപ്പലിനെ തകർക്കുമെന്ന് തോന്നിപ്പിച്ചു. കപ്പലിന്റെ ഭാരം കുറയ്ക്കാനായി യാത്രക്കാർ തങ്ങളുടെ സാധനങ്ങൾ കടലിലെറിഞ്ഞു. എന്നിട്ടും രക്ഷയില്ല. അവസാനം ഒരാളെ കടലിലെറിയാൻ അവർ തീരുമാനിച്ചു. 3 തവണ നറുക്കിട്ടപ്പോഴും 17ാമത്തെ പ്രവാചകനായ യൂനുസ് നബിയുടെ പേരാണ് വന്നത്. വിധിക്ക് കീഴടങ്ങി അദ്ദേഹം ആർത്തലയ്ക്കുന്ന കടലിലേക്ക് ചാടി. കടലിന്റെ ആഴങ്ങളിൽ അന്ന് രാത്രി ഒരു മഹാവിസ്മയം കാത്തിരിപ്പുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ഒരു കൂറ്റൻ തിമിംഗലം അവിടെ എത്തി യൂനുസ് നബിയെ വിഴുങ്ങി. പക്ഷേ അല്ലാഹു ആ മത്സ്യത്തിനൊരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. യൂനുസിനെ നിന്റെ ആഹാരമാക്കരുത്. അദ്ദേഹത്തിന്റെ ഒരു എല്ലുപോലും നീ തകർക്കരുത്. നിന്റെ വയർ അദ്ദേഹത്തിനൊരു തടവറ മാത്രമാണ്. കടലിന്റെ അടിത്തട്ടിൽ കിലോമീറ്ററുകൾക്ക് താഴെ ആ ഭീകരമായ മത്സ്യത്തിന്റെ വയറ്റിലെ അന്ധകാരത്തിൽ യൂനുസ് നബി ഒറ്റപ്പെട്ടു. ഒരിറ്റു വെളിച്ചമില്ലാത്ത ആ ഇരുട്ടിൽ വെച്ച് അദ്ദേഹം സമുദ്രത്തിലെ കല്ലുകളും മത്സ്യങ്ങളും അല്ലാഹുവിനെ വാഴ്ത്തുന്നത് കേട്ടു. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ യൂനുസ് നബി ആ നിമിഷം അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഖുർആൻ ആ പ്രാർത്ഥനയെ അനശ്വരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. നീയല്ലാതെ മറ്റൊരു ദൈവവുമില്ല. നീ എത്ര പരിശുദ്ധൻ. തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. ആ പ്രാർത്ഥന ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു. മത്സ്യം യൂനുസ് നബിയെ ഒരു കടൽ തീരത്ത് സുരക്ഷിതമായി തുപ്പി. കടൽ വെള്ളവും മത്സ്യത്തിന്റെ വയറ്റിലെ അമ്ലങ്ങളും കാരണം അദ്ദേഹത്തിന്റെ ചർമ്മം അങ്ങേയറ്റം മൃദുലവും വേദനാജനകവുമായി മാറിയിരുന്നു. അല്ലാഹു അവിടെ അദ്ദേഹത്തിന് തണലേകാൻ ഒരു ചീനിച്ചെടി വളർത്തി. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അദ്ദേഹം തന്റെ നാട്ടിലേക്ക് മടങ്ങി. താൻ ശിക്ഷിക്കപ്പെടുമെന്ന് കരുതിയ തന്റെ ജനത സത്യവിശ്വാസികളായ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. 100,000-ലധികം പേർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അല്ലാഹുവിന്റെ കാരുണ്യത്തിനു മുന്നിൽ അസാധ്യമായി ഒന്നുമില്ലെന്നും ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ പോലും പ്രത്യാശ കൈവിടരുതെന്നും 17ാമത്തെ പ്രവാചകനായ യൂനുസ് അലൈഹിസ്സലാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. നിരാശയുടെ കയത്തിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചരിത്രം. ഇസ്രായേൽ വംശജർ തങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്ന് അകന്നുപോയിരുന്ന ഒരു കാലത്താണ് 18ാമത്തെ പ്രവാചകനായ സക്കരിയ അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നത്. അദ്ദേഹം കേവലം ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഫലസ്തീനിലെ ഹൈക്കൽ അഥവാ ബൈത്തുൽ മുഖദ്ദസ് എന്ന പരിശുദ്ധ പള്ളിയിലെ മുഖ്യ പുരോഹിതനും ജനങ്ങളുടെ ആത്മീയ വഴികാട്ടിയുമായിരുന്നു. കഠിനമായ ദാരിദ്ര്യത്തിലും മരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചിരുന്ന അദ്ദേഹം അങ്ങേയറ്റം വിനീതനും ദൈവഭക്തനുമായിരുന്നു. സക്കരിയ നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വികാരനിർഭരമായ ഭാഗം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലാണ്. ഏകദേശം 100 വയസ്സോളം പ്രായമായിട്ടും അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി വന്ധ്യയുമായിരുന്നു. സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് വൈദ്യശാസ്ത്രപരമായും പ്രകൃതി നിയമപ്രകാരവും അസാധ്യമായൊരു ഘട്ടം. എന്നാൽ തന്റെ കാലശേഷം അല്ലാഹുവിന്റെ ദീൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യോഗ്യനായ ഒരു പിൻഗാമി വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ സമയത്താണ് സക്കരിയ നബിയുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ അത്ഭുതം സംഭവിക്കുന്നത്. തന്റെ സംരക്ഷണത്തിൽ വളരുന്ന ഈസാ നബിയുടെ ഉമ്മയായ മറിയം എന്ന പെൺകുട്ടിയുടെ അരികിൽ അസമയത്ത് അത്യപൂർവമായ പഴങ്ങൾ അദ്ദേഹം കണ്ടു. മഞ്ഞുകാലത്ത് വേനൽക്കാലത്തെ പഴങ്ങളും വേനൽക്കാലത്ത് മഞ്ഞുകാലത്തെ പഴങ്ങളും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. മറിയമേ, നിനക്ക് എവിടെ നിന്നാണിത് ലഭിച്ചത് എന്ന് അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ മറിയം നൽകിയ മറുപടി സക്കരിയ നബിയുടെ ഹൃദയത്തെ പിടിച്ചുലച്ചു. ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു. ഈ വാക്കുകൾ സക്കരിയ നബിയുടെ ഉള്ളിൽ ഒരു പുതിയ പ്രത്യാശ ജനിപ്പിച്ചു. അകാലത്തിൽ പഴങ്ങൾ നൽകാൻ അല്ലാഹുവിന് കഴിയുമെങ്കിൽ വാർദ്ധക്യത്തിലും തനിക്കൊരു കുഞ്ഞിനെ നൽകാൻ അവന് കഴിയില്ലേ? ആ രാത്രി പള്ളിയിലെ മിഹ്റാബിൽ നിന്ന് അദ്ദേഹം ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. എന്റെ നാഥ, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു, തല നരച്ചു വെളുത്തിരിക്കുന്നു. എങ്കിലും നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും നിരാശനായിരിക്കില്ല. എനിക്ക് ശേഷം എന്റെ ജനതയെ നയിക്കാൻ നിന്റെ പക്കൽ നിന്ന് എനിക്കൊരു മകനെ നൽകണമേ. ആ പ്രാർത്ഥന ഉടനടി സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ വന്ന് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, യഹ്യ എന്നു പേരുള്ള ഒരു മകനെക്കുറിച്ച് അല്ലാഹു നിനക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. 100ാം വയസ്സിൽ ഒരു കുഞ്ഞ്. വിശ്വസിക്കാനാവാതെ അദ്ദേഹം ചോദിച്ചു, നാഥ, എനിക്കെങ്ങനെയാണൊരു മകനുണ്ടാവുക? എന്റെ ഭാര്യ വന്ധ്യയാണ്. എനിക്കാണെങ്കിൽ വാർദ്ധക്യത്തിന്റെ പരകോടിയിലുമാണ്.
അല്ലാഹുവിന്റെ മറുപടി ഗംഭീരമുള്ളതായിരുന്നു. അത് അല്ലാഹുവിന് എളുപ്പമുള്ള കാര്യമാണ്. ഇതിനു മുൻപ് നീ ഒന്നുമല്ലാതിരുന്നപ്പോൾ നിന്നെ അവൻ സൃഷ്ടിച്ചില്ലേ? ഈ അത്ഭുതത്തിന്റെ അടയാളമായി 3 ദിവസം ജനങ്ങളോട് സംസാരിക്കാതെ മൗനം പാലിക്കാൻ അദ്ദേഹത്തോട് കൽപ്പിക്കപ്പെട്ടു. അധികം വൈകാതെ ആ മനോഹരമായ വാഗ്ദാനം യാഥാർത്ഥ്യമായി. യഹ്യ എന്നൊരു ആൺകുട്ടി ജനിച്ചു. ആ കുട്ടി പിന്നീട് ലോകം കണ്ട വലിയൊരു പ്രവാചകനായി വളർന്നു. പ്രായമോ സാഹചര്യങ്ങളോ അല്ലാഹുവിന്റെ മുൻപിൽ തടസ്സമല്ലെന്നും സത്യസന്ധമായ പ്രാർത്ഥനയ്ക്കു മുൻപിൽ പ്രകൃതി നിയമങ്ങൾ പോലും വഴിമാറുമെന്നും 18ാമത്തെ പ്രവാചകനായ സക്കരിയ നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുന്നത് അങ്ങേയറ്റം ദാരുണമായൊരു പരീക്ഷണത്തിലൂടെയാണ്. നീതിക്ക് വേണ്ടി നിലകൊണ്ട അദ്ദേഹത്തെയും മകൻ യഹ്യ നബിയെയും അക്കാലത്തെ ക്രൂരനായ രാജാവും ശത്രുക്കളും വേട്ടയാടി. മകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സക്കരിയ നബിയെയും അവർ ക്രൂരമായി രക്തസാക്ഷിയാക്കി. എന്നാൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹം പകർന്നു നൽകിയ പ്രത്യാശയുടെ പ്രകാശവും ഇന്നും വിശ്വാസികളുടെ ഹൃദയത്തിൽ കെടാതെ നിൽക്കുന്നു. അത്ഭുതങ്ങളുടെ അകമ്പടിയോടെയാണ് 19ാമത്തെ പ്രവാചകനായ യഹ്യ അലൈഹിസലാം ഈ ലോകത്തേക്ക് കടന്നുവരുന്നത്. വാർദ്ധക്യത്തിന്റെ അവശതയിലായിരുന്ന സക്കരിയ നബിക്കും വന്ധിയായിരുന്ന മാതാവിനും അല്ലാഹു നൽകിയ അസാധാരണമായ സമ്മാനമായിരുന്നു അദ്ദേഹം. യഹ്യ എന്ന പേര് പോലും അല്ലാഹു നേരിട്ടാണ് നിശ്ചയിച്ചത്. ഇതിനു മുൻപ് ആർക്കും നൽകാത്ത പേരായിരുന്നു അത്. ജനനം മുതൽ മരണം വരെ വിശുദ്ധിയും ധീരതയും മുറുകെ പിടിച്ച പ്രവാചകനായിരുന്നു അദ്ദേഹം. യഹ്യ നബിയുടെ ബാല്യം തന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു. സാധാരണ കുട്ടികൾ കളികളിലേർപ്പെടുമ്പോൾ യഹ്യ നബി ഏകാന്തതയും ചിന്തയും ഇഷ്ടപ്പെട്ടു. കുട്ടിക്കാലത്ത് കളിക്കാൻ കൂട്ടുകാർ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കളിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. അത്രമാത്രം ഗൗരവത്തോടെയാണ് അദ്ദേഹം ജീവിതത്തെ കണ്ടത്. കുട്ടിക്കാലത്ത് തന്നെ അല്ലാഹു അദ്ദേഹത്തിന് വലിയ ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിച്ചു. അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തെ അങ്ങേയറ്റം കരുത്തോടെയും ആവേശത്തോടെയും അദ്ദേഹം സ്വീകരിച്ചു. ഹൃദയത്തിൽ അലിവും കണ്ണുകളിൽ കണ്ണുനീരും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. അല്ലാഹുവിനോടുള്ള ഭയം കാരണം അദ്ദേഹം മിക്കവാറും പ്രാർത്ഥനയിലും കരച്ചിലിലും മുഴുകി. മൃഗങ്ങളോടും പ്രകൃതിയോടും അങ്ങേയറ്റം കാരുണ്യം കാണിച്ച അദ്ദേഹം മരുഭൂമിയിലെ പുല്ലുകളും മരങ്ങളും മാത്രം കഴിച്ച് പാവപ്പെട്ടവനായി ലളിതമായ ജീവിതം നയിച്ചു. എന്നാൽ അധർമ്മത്തിനെതിരെ സംസാരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം സിംഹത്തെപ്പോലെ ഗർജിച്ചു. യഹ്യ നബിയുടെ ജീവിതം വലിയൊരു പോരാട്ടമായി മാറുന്നത് അക്കാലത്തെ ഭരണാധികാരിയായ ഹേറോദോസ് രാജാവുമായുള്ള ഏറ്റുമുട്ടലിലാണ്. രാജാവ് തന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഇത് ദൈവനിയമത്തിന് വിരുദ്ധമായിരുന്നു. രാജാവിന്റെ താൽപര്യത്തിനു മുന്നിൽ പലരും മൗനം പാലിച്ചപ്പോൾ പ്രവാചകനായ യഹ്യ അലൈഹിസലാം പരസ്യമായി അതിനെ എതിർത്തു. ഇത് നിനക്ക് അനുവദനീയമല്ല എന്ന് അദ്ദേഹം രാജാവിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു. ഇത് രാജാവിനെയും ആ സ്ത്രീയെയും പ്രകോപിപ്പിച്ചു. ആ സ്ത്രീ രാജാവിനോട് യഹ്യ നബിയുടെ തല ആവശ്യപ്പെട്ടു. സത്യത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാത്ത ആ പ്രവാചകനെ രാജാവ് തടവിലാക്കുകയും പിന്നീട് അതിക്രൂരമായി വധിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പ്രാർത്ഥനാനിരതനായിരിക്കെ യഹ്യ നബി രക്തസാക്ഷിയാക്കപ്പെട്ടു. വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുതം അപ്പോഴും അവിടെ സംഭവിച്ചു. അദ്ദേഹത്തിന്റെ തല മുറിച്ചുമാറ്റപ്പെട്ടപ്പോൾ ആ തലയിൽ നിന്ന് രക്തം തിളച്ചുമറിയുകയും അത് അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗം ജനതയിൽ വലിയൊരു വിടവാണ് സൃഷ്ടിച്ചത്. ഒരു ഭരണാധികാരിയുടെ മുന്നിലും തലകുനിക്കാത്ത, സത്യം വിളിച്ചുപറയാൻ മരണം പോലും ഭയമില്ലാത്ത പ്രവാചകനായിരുന്നു അദ്ദേഹം. ഈസാ നബിയുടെ സമകാലികനും ബന്ധുവും കൂടിയായിരുന്നു യഹ്യ നബി. ഈസാ നബിയുടെ വരവിനായി ജനങ്ങളെ ഒരുക്കിയതും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ സാക്ഷ്യപ്പെടുത്തിയതും യഹ്യ നബിയായിരുന്നു. നിഷ്കളങ്കതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധതയുടെയും പ്രതീകമായി 19ാമത്തെ പ്രവാചകനായ യഹ്യ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇന്നും ലോകത്തിനു മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നു. ലോകചരിത്രത്തിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഒത്തുചേർന്ന മറ്റൊരു ജീവിതം കാണാൻ കഴിയില്ല. പ്രപഞ്ച നിയമങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പിതാവില്ലാതെ ജനിച്ച 20ാമത്തെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം തുടങ്ങുന്നത് പരിശുദ്ധയായ മറിയം എന്ന പെൺകുട്ടിയിൽ നിന്നാണ്. അങ്ങേയറ്റം ദൈവഭക്തയായ മറിയം ജനങ്ങളിൽ നിന്നു മാറി ഏകാന്തതയിൽ പ്രാർത്ഥനയിലിരിക്കെ അല്ലാഹുവിന്റെ ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയന്നുപോയ മറിയത്തോട് മലക്ക് പറഞ്ഞു, ഭയപ്പെടേണ്ട, പരിശുദ്ധനായ ഒരാൺകുഞ്ഞിനെ നിനക്ക് നൽകാൻ നിന്റെ നാഥൻ എന്നെ അയച്ചതാണ്. വൈദ്യശാസ്ത്രത്തിനും പ്രകൃതി നിയമങ്ങൾക്കുമപ്പുറം അല്ലാഹുവിന്റെ കുൻ അഥവാ ഉണ്ടാവുക എന്ന ഒരൊറ്റ വാക്കിനാൽ മറിയം ഗർഭിണിയായി. പ്രസവസമയമെടുത്തപ്പോൾ ജനങ്ങളുടെ പരിഹാസം ഭയന്ന് അവർ നഗരത്തിനു പുറത്തുള്ള ഒരു വിജന പ്രദേശത്തേക്ക് മാറി.
പ്രസവവേദന കഠിനമായപ്പോൾ ഒരുണങ്ങിയ ഈന്തപ്പനയുടെ ചുവട്ടിൽ അവർ അഭയം തേടി. താൻ മരിച്ചുപോയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചുപോയ ആ നിമിഷം അല്ലാഹുവിന്റെ അദൃശ്യമായ സഹായമെത്തി. അവരുടെ പാദത്തിനടിയിൽ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെടുകയും ഉണങ്ങിയ ഈന്തപ്പനയിൽ നിന്ന് പഴുത്ത ഈന്തപ്പഴങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്തു. അത്യന്തം അത്ഭുതകരമായ ആ സാഹചര്യത്തിൽ 20ാമത്തെ പ്രവാചകനായ ഈസാ നബി ജനിച്ചു. കുഞ്ഞുമായി മറിയം ജനങ്ങളിലേക്ക് മടങ്ങിയപ്പോൾ സമൂഹം അവരെ വേട്ടയാടി. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉയർന്നു. എന്നാൽ ആ നിമിഷം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ അത്ഭുതം സംഭവിച്ചു. തൊട്ടിലിൽ കിടക്കുന്ന പൈതൽ സംസാരിച്ചു. ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. അവനെനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. ജനങ്ങൾ നിശബ്ദരായി. 20ാമത്തെ പ്രവാചകന്റെ വരവ് ലോകം വരവേറ്റ നിമിഷമായിരുന്നു അത്. ഈസാ നബി വളർന്നപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ അത്ഭുതങ്ങൾ അഥവാ മുഴുജിസത്തുകൾ വിവരണാതീതമായിരുന്നു. അന്ധവിശ്വാസങ്ങളിൽ മുഴുകിയ ഇസ്രായേൽ വംശജരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഓരോ ഘട്ടത്തിലും അദ്ദേഹം വിസ്മയങ്ങൾ പ്രകടിപ്പിച്ചു. മണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അദ്ദേഹം അതിൽ ഊതുമ്പോൾ അല്ലാഹുവിന്റെ അനുവാദത്താൽ അത് ജീവനുള്ള പക്ഷിയായി ആകാശത്തേക്ക് പറന്നുയരുമായിരുന്നു. ജന്മനാ അന്ധരായവർക്ക് അദ്ദേഹം തടവിയപ്പോൾ കാഴ്ച ലഭിച്ചു. കുഷ്ഠരോഗികൾ അദ്ദേഹത്തിന്റെ കൈസ്പർശത്താൽ സുഖം പ്രാപിച്ചു. എല്ലാത്തിലുമുപരി മരണപ്പെട്ട മനുഷ്യരുടെ ശവകുടീരത്തിനടുത്തുനിന്ന് അദ്ദേഹം അല്ലാഹുവിന്റെ അനുവാദത്താൽ എഴുന്നേൽക്കുക എന്ന് കൽപ്പിക്കുമ്പോൾ മരിച്ചവർ ജീവനോടെ പുറത്തുവന്നു. ഈ അത്ഭുതങ്ങൾ കണ്ട് ജനം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ വിശ്വസിച്ചു. ഭൗതികമായ അത്ഭുതങ്ങൾ മാത്രമല്ല, ഈസാ നബി ആത്മീയതയുടെയും കാരുണ്യത്തിന്റെയും വക്താവ് കൂടിയായിരുന്നു. അദ്ദേഹം തന്റെ അനുയായികളോട് സ്നേഹത്തെയും വിട്ടുവീഴ്ചയെയും കുറിച്ച് സംസാരിച്ചു. ഒരിക്കൽ അനുയായികൾ ആകാശത്തു നിന്നൊരു ഭക്ഷണത്തളിക ഇറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു അവർക്കായി ആകാശത്തുനിന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി അനുഗ്രഹിച്ചു. ഇതൊക്കെ കണ്ടിട്ടും അസൂയമൂത്ത ചില പുരോഹിതന്മാരും റോമൻ ഭരണാധികാരികളും അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി. അധികാരവർഗം അദ്ദേഹത്തെ പിടികൂടാൻ സൈന്യത്തെ അയച്ചു. ഈസാ നബിയെ ഒറ്റിക്കൊടുത്ത യൂദാസ് എന്ന ശിഷ്യൻ വെള്ളിനാണയം മോഹിച്ച് നബിയുടെ അടുത്തേക്ക് നയിച്ചു. സൈന്യം വീടുവളഞ്ഞപ്പോൾ അല്ലാഹു ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തി രക്ഷപ്പെടുത്തി. അല്ലാഹു തന്റെ പ്രവാചകനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തില്ല. പകരം അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് നബിയുടെ രൂപം നൽകി. പുറത്ത് കാത്തുനിന്ന സൈനികർ ഈസാ നബിയാണെന്ന് തോന്നിക്കുന്ന യൂദാസിനെ പിടികൂടി. തങ്ങൾ പിടികൂടുന്നത് യഥാർത്ഥ പ്രവാചകനാണെന്ന പൂർണ്ണ വിശ്വാസത്തിൽ അവർ ആ വ്യക്തിയെ ബന്ധിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് നഗരമധ്യത്തിലൂടെ പരിഹസിച്ചും ഉപദ്രവിച്ചും അവർ ആ വ്യക്തിയെ കൊണ്ടുപോയി ക്രൂസിലേറ്റി. മരിക്കാൻ പോകുന്നത് ഈസാ നബിയാണെന്ന് കരുതി ശത്രുക്കൾ ആഹ്ലാദിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടത് ഈസാ നബി ആയിരുന്നില്ല. ഖുർആൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, അവർ അദ്ദേഹത്തെ കൊന്നില്ല, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല, പക്ഷേ അവർക്കങ്ങനെ തോന്നിപ്പിക്കുകയായിരുന്നു. ലോകം മുഴുവൻ ഈസാ നബി കൊല്ലപ്പെട്ടതെന്ന് വിശ്വസിച്ചപ്പോൾ അദ്ദേഹം അല്ലാഹുവിങ്കൽ സുരക്ഷിതനായിരുന്നു. ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കിയ ആ ദിവ്യമായ രക്ഷപ്പെടുത്തൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായി ഇന്നും നിലകൊള്ളുന്നു. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ലോകാവസാനത്തിനു മുൻപ് അദ്ദേഹം ഭൂമിയിലേക്ക് മടങ്ങിവരും. ഡെമസ്കസിലെ വെളുത്ത മിനാരത്തിനു മുകളിൽ 2 മലക്കുകളുടെ തോളിൽ കൈവച്ച് അദ്ദേഹം ഇറങ്ങിവരുമെന്നും ലോകത്ത് നീതിയും സമാധാനവും സ്ഥാപിക്കുമെന്നും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. പിതാവില്ലാതെ ജനിച്ചതു മുതൽ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതുവരെ വിസ്മയങ്ങൾ മാത്രം നിറഞ്ഞതാണ് 20ാമത്തെ പ്രവാചകനായ ഈസാ നബിയുടെ ജീവിതം. സ്നേഹവും അത്ഭുതങ്ങളും ദൈവവിശ്വാസവും ഇത്രമേൽ ഇഴചേർന്ന മറ്റൊരു ചരിത്രം ലോകത്തിനില്ല. ഇസ്രായേൽ വംശജർ അങ്ങേയറ്റം ദുർബലരായിരുന്ന ഒരു കാലത്താണ് 21ാമത്തെ പ്രവാചകനായ ദാവൂദ് നബിയുടെ ചരിത്രം തുടങ്ങുന്നത്. അന്ന് ഇസ്രായേലികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന ശത്രുപക്ഷത്തായിരുന്നു ജാലൂത്ത് അഥവാ ഗോലിയാത്ത് എന്നു മറ്റു മതങ്ങളിൽ വിശദീകരിക്കുന്ന ഭീമാകാരനായ രാക്ഷസൻ. മലയോളം ഉയരമുള്ള ശരീരം, ഇടിമുഴക്കം പോലുള്ള ശബ്ദം, ആരെയും വെല്ലുവിളിക്കുന്ന കരുത്ത്. ജാലൂത്തിനു മുന്നിൽ പോരാടാൻ ധൈര്യമില്ലാതെ ഇസ്രായേൽ സൈന്യം വിറച്ചു നിൽക്കുകയായിരുന്നു. അന്ന് ഇസ്രായേൽ രാജാവായിരുന്ന താലൂത്തിന്റെ സൈന്യത്തിൽ വെറുമൊരു സാധാരണ പട്ടാളക്കാരനായിട്ടായിരുന്നു കൗമാരക്കാരനായ ദാവൂദ് എത്തിയത്. യുദ്ധക്കളത്തിൽ വെച്ച് ജാലൂത്ത് അലറി വിളിച്ചു, എന്നെ നേരിടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമുണ്ടോ? ആരും മുന്നോട്ടു വന്നില്ല. ഒടുവിൽ ആയുധങ്ങളോ കവചങ്ങളോ പോലുമില്ലാത്ത കയ്യിലൊരു വടിയും കവണയും മാത്രമായി
ദാവൂദ് എന്ന ആ കൊച്ചു യുവാവ് മുന്നോട്ടു വന്നു. ജാലൂത്ത് പരിഹാസത്തോടെ ചിരിച്ചു. നിന്നെപ്പോലൊരു കുട്ടിയെ കൊന്നിട്ട് എനിക്കെന്ത് ലാഭം? എന്നാൽ ദാവൂദ് നബി ശാന്തനായി പറഞ്ഞു, നീ നിന്റെ ആയുധബലത്തിലാണ് വരുന്നത്, ഞാൻ എന്റെ റബ്ബിന്റെ കരുത്തിലാണ് വരുന്നത്. യുദ്ധം തുടങ്ങി. ജാലൂത്ത് തന്റെ വാളുമായി പാഞ്ഞെടുത്തു. ദാവൂദ് നബി തന്റെ കവണയിൽ ഒരു കല്ലെടുത്തു വെച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിട്ടു. ഒരു വെടിയുണ്ടയേക്കാൾ വേഗത്തിൽ പറന്നുപോയ ആ കല്ല് കൃത്യമായി ജാലൂത്തിന്റെ നെറ്റിയുടെ മധ്യത്തിൽ തന്നെ കൊണ്ടു. ആ പർവ്വതം പോലുള്ള മനുഷ്യൻ തകർന്ന് നിലം പതിച്ചു. ആ നിമിഷം മുതൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വീരനായകനായി ദാവൂദ് മാറി. പിന്നീട് അദ്ദേഹം ഇസ്രായേലിലെ രാജാവായി വാഴിക്കപ്പെട്ടു. അല്ലാഹു ദാവൂദ് നബിക്ക് നൽകിയ സവിശേഷതകൾ അത്ഭുതകരമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് നൽകപ്പെട്ട സബൂർ എന്ന വേദഗ്രന്ഥമാണ്. പ്രപഞ്ചം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം സബൂർ പാരായണം ചെയ്യുമ്പോൾ ആ ശബ്ദത്തിൽ മയങ്ങി ആകാശത്തെ പക്ഷികൾ പറക്കൽ നിർത്തി അദ്ദേഹത്തിന്റെ തലയ്ക്കുമുകളിൽ തണലിടുമായിരുന്നു. കാട്ടിലെ മൃഗങ്ങൾ അദ്ദേഹത്തിനു ചുറ്റും ശാന്തരായി വന്നിരിക്കുമായിരുന്നു. അദ്ദേഹം അല്ലാഹുവിനെ വാഴ്ത്തുമ്പോൾ പർവ്വതങ്ങൾ പോലും ആ ശബ്ദത്തിൽ കൂടെ ചേരുമായിരുന്നു. മറ്റൊരു വലിയ അത്ഭുതം അദ്ദേഹത്തിന്റെ കരങ്ങൾക്കായിരുന്നു. കരിമ്പാറ പോലെ ഉറപ്പുള്ള കൈയാണെങ്കിലും അദ്ദേഹം സ്പർശിക്കുമ്പോൾ മെഴുകുപോലെ മൃദുവാകുമായിരുന്നു. തീയിലിട്ട് പഴുപ്പിക്കാതെ തന്നെ ഇരുമ്പുകൊണ്ട് അദ്ദേഹം മനോഹരമായ കവചങ്ങൾ നിർമ്മിച്ചു. ഒരു ചക്രവർത്തിയായിരുന്നിട്ടും തന്റെ രാജ്യത്തെ ഖജനാവിൽ നിന്ന് പണമെടുക്കാതെ സ്വന്തം കൈപ്പണി കൊണ്ട് അധ്വാനിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. നീതിയുടെ കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്തവനായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അദ്ദേഹം അല്ലാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ദിവസവും ഇടവിട്ട് നോമ്പെടുക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിലും പ്രവാചകനെന്ന നിലയിലും ഒരേപോലെ തിളങ്ങിയ അദ്ദേഹം 40 വർഷത്തോളം ഭരണം നടത്തി. ലോകത്തിനു മുന്നിൽ ഒരു കരുത്തുറ്റ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം മകനായ സുലൈമാൻ നബിയാണ് ആ രാജസിംഹാസനം ഏറ്റെടുത്തത്. പിതാവായ ദാവൂദ് നബിയുടെ അനന്തരാവകാശിയായി സിംഹാസനത്തിലേറിയ സുലൈമാൻ അലൈഹിസ്സലാം ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു. ഒരു മനുഷ്യനും ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ലാത്ത, ഇനി ആർക്കും ലഭിക്കാനിടയില്ലാത്ത ഒരു പ്രത്യേക അധികാരം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. അത് കേവലം ഒരു ഭൂപ്രദേശം ഭരിക്കാനുള്ള അധികാരമായിരുന്നില്ല, മറിച്ച് പ്രകൃതിയിലെ ഓരോ ചലനങ്ങളെയും നിയന്ത്രിക്കാനുള്ള കരുത്തായിരുന്നു. സുലൈമാൻ നബിയുടെ സൈന്യം ലോകത്തെ ഏതൊരു സൈന്യത്തെക്കാളും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ മനുഷ്യരായ പോരാളികൾ മാത്രമല്ല, ഭീകരരൂപികളായ ജിന്നുകളും അച്ചടക്കമുള്ള പക്ഷിക്കൂട്ടങ്ങളും കാട്ടുമാരങ്ങളും അണിനിരന്നിരുന്നു. കാറ്റിനെ അല്ലാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തിക്കൊടുത്തു. മാസങ്ങൾ നീണ്ട യാത്രകൾ വെറും മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ദിക്കിലേക്ക് കാറ്റ് ആ സിംഹാസനത്തെ വഹിച്ചുകൊണ്ടുപോകും. മറ്റൊരത്ഭുതം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവായിരുന്നു. ഒരിക്കൽ തന്റെ കൂറ്റൻ സൈന്യവുമായി യാത്ര ചെയ്യുമ്പോൾ ഒരു ഉറുമ്പിന്റെ ശബ്ദം അദ്ദേഹം കേട്ടു. ഉറുമ്പുകളെ, വേഗം മാളങ്ങളിൽ ഒളിച്ചുകൊള്ളൂ, സുലൈമാനും സൈന്യവും നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ എന്ന ഉറുമ്പ് പറയുന്നത് കേട്ട് സുലൈമാൻ നബി പുഞ്ചിരിക്കുകയും തന്റെ സൈന്യത്തെ വഴിമാറ്റുകയും ചെയ്തു. ഇത്ര വലിയ ചക്രവർത്തിയായിട്ടും ഒരു ചെറിയ ഉറുമ്പിന്റെ പ്രാണനുപോലും അദ്ദേഹം വലിയ വില നൽകി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ മനോഹരമായ ഒരു കഥ തുടങ്ങുന്നത് ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ തിരോധാനത്തോടെയാണ്. ഒരിക്കൽ സഭയിൽ ഹുദ്ഹുദിനെ കാണാതിരുന്നപ്പോൾ സുലൈമാൻ നബി അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അല്പം കഴിഞ്ഞ് മടങ്ങിയെത്തിയ പക്ഷി ബൽക്കീസ് എന്ന രാജ്ഞിയെക്കുറിച്ച് സുലൈമാൻ നബിക്ക് വിവരം നൽകി. യമനിലെ അതിസമ്പന്നമായ സബ എന്ന രാജ്യം ഭരിച്ചിരുന്ന സുന്ദരിയും ബുദ്ധിമതിയുമായ രാജ്ഞിയായിരുന്നു ബൽക്കീസ്. ഐശ്വര്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു അവരുടെ നാട്. എന്നാൽ അവർ അല്ലാഹുവിനെ വിസ്മരിക്കുകയും സൂര്യനെ ദൈവമായി ആരാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു നാടിനെക്കുറിച്ച് കേട്ടപ്പോൾ സുലൈമാൻ നബി അവിടേക്കൊരു കത്തയച്ചു. പ്രവാചകൻ എന്ന നിലയിൽ അഹങ്കാരം വെടിഞ്ഞ് സത്യമാർഗത്തിലേക്ക് വരാനുള്ള ക്ഷണമായിരുന്നു ആ കത്ത്. കത്ത് ലഭിച്ച ബൽക്കീസ് രാജ്ഞി ആകെ കുഴങ്ങി. സുലൈമാൻ നബിയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്നറിയാൻ അവർ തീരുമാനിച്ചു. അവർ വിലപിടിപ്പുള്ള അനേകം സമ്മാനങ്ങളുമായി തങ്ങളുടെ ദൂതന്മാരെ സുലൈമാൻ നബിയുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ തന്റെ കൈവശമുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് മുൻപിൽ ഈ സ്വർണവും വെള്ളിയും നിസ്സാരമാണെന്ന് പറഞ്ഞ് സുലൈമാൻ നബി ആ സമ്മാനങ്ങൾ സ്നേഹപൂർവ്വം നിരസിച്ചു. നിങ്ങൾ കൊണ്ടുവന്ന ഈ നിസ്സാര സമ്പത്തിനേക്കാൾ മികച്ചത് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. സുലൈമാൻ നബി ഒരു സാധാരണ രാജാവല്ലെന്ന് ബൽക്കീസ് രാജ്ഞിക്ക് മനസ്സിലായി. നേരിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ അവർ തീരുമാനിച്ചു. രാജ്ഞി തന്റെ സൈന്യവുമായി യാത്ര തിരിച്ചു.
എന്നാൽ അവർ കൊട്ടാരത്തിലെത്തുന്നതിനു മുൻപ് തന്നെ അവരുടെ പ്രൗഢമായ സിംഹാസനം തന്റെ മുന്നിലെത്തിക്കാൻ സുലൈമാൻ നബി ആഗ്രഹിച്ചു. സഭയിലെ കരുത്തനായ ഒരു ജിന്ന് പറഞ്ഞു, അങ്ങ് സഭ പിരിയും മുൻപ് ഞാനതെത്തിക്കാം. എന്നാൽ വേദഗ്രന്ഥത്തിൽ അറിവുള്ള മറ്റൊരു വ്യക്തി പറഞ്ഞു, അങ്ങ് കണ്ണിമ വെട്ടുന്ന നിമിഷം കൊണ്ട് ഞാനത് ഹാജരാക്കാം. നിമിഷങ്ങൾക്കുള്ളിൽ മൈലുകൾക്കപ്പുറമുള്ള ആ കൂറ്റൻ സിംഹാസനം സുലൈമാൻ നബിയുടെ മുന്നിലെത്തി. തന്റെ നാഥന്റെ അപാരമായ കരുത്ത് കണ്ട് അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചു. രാജ്ഞി കൊട്ടാരത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ അവരെ അമ്പരപ്പിച്ചു. സുലൈമാൻ നബി ആ സിംഹാസനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇതാണോ നിന്റെ സിംഹാസനമെന്ന് ചോദിച്ചപ്പോൾ ഇത് അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്നായിരുന്നു ബുദ്ധിമതിയായ രാജ്ഞിയുടെ മറുപടി. തുടർന്ന് അവരെ കൊട്ടാരത്തിനകത്തേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിന്റെ തറ നിർമ്മിച്ചിരുന്നത് സ്ഫടികം കൊണ്ടാണ്. അതിനടിയിലൂടെ ജലമൊഴുകുന്നുണ്ട്. തറ കണ്ടപ്പോൾ അതൊരു വലിയ കുളമാണെന്ന് കരുതി ബൽക്കീസ് രാജ്ഞി തന്റെ വസ്ത്രം അല്പം ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, ഭയപ്പെടണ്ട, ഇത് വെറുമൊരു സ്ഫടികത്തര മാത്രമാണ്. മനുഷ്യസാധ്യമായ കലകൾക്കും അപ്പുറമുള്ള ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ബൽക്കീസ് രാജ്ഞിയുടെ മനസ്സ് നിറഞ്ഞു. തന്റെ സൈന്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും വലുത് സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരവിടെ വെച്ച് പ്രഖ്യാപിച്ചു, എന്റെ നാഥ, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. സുലൈമാനോടൊപ്പം ഞാനിതാ ലോകരക്ഷിതാവായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. സൂര്യനെ വണങ്ങിയിരുന്ന ഒരു സാമ്രാജ്യം അങ്ങനെ സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് വന്നു. ബൽക്കീസ് രാജ്ഞിയും സുലൈമാൻ നബിയും തമ്മിലുള്ള വിവാഹം നടന്നതായും ചില ചരിത്രരേഖകൾ പറയുന്നു. ജിന്നുകൾ സുലൈമാൻ നബിക്ക് വേണ്ടി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മുങ്ങി മുത്തുകൾ കൊണ്ടുവന്നിരുന്നു. അവർ അദ്ദേഹത്തിനു വേണ്ടി കൊട്ടാരങ്ങളും പ്രതിമകളും വലിയ ജലസംഭരണികളും നിർമ്മിച്ചു. ശില്പകലയിലെ വിസ്മയമായ ബൈത്തുൽ മുഖദ്ദസ് പുനർനിർമ്മിച്ചതും സുലൈമാൻ നബിയുടെ കാലത്താണ്. ഇത്രയേറെ ഐശ്വര്യവും അധികാരവും ഉണ്ടായിട്ടും അദ്ദേഹം അത്യന്തം വിനീതനായി അല്ലാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ലോകം മുഴുവൻ വിറച്ച ജിന്നുകളെയും കാറ്റിനെയും അടക്കി ഭരിച്ച സുലൈമാൻ നബിയുടെ മരണം അദ്ദേഹം ജീവിച്ച കാലം പോലെ തന്നെ അത്യന്തം അത്ഭുതകരമായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ പുനർനിർമ്മാണം ജിന്നുകളുടെ സഹായത്തോടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. മനുഷ്യർക്ക് അസാധ്യമായ പല കാര്യങ്ങളും ജിന്നുകളെക്കൊണ്ട് ചെയ്യിച്ചിരുന്നത് സുലൈമാൻ നബിയായിരുന്നു. എന്നാൽ ജിന്നുകൾക്ക് മനുഷ്യർക്കിടയിൽ ഒരു അഹങ്കാരമുണ്ടായിരുന്നു. തങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാമെന്നും ഭാവി കാണാൻ കഴിയുമെന്നുള്ള വ്യാജമായ അവകാശവാദം അവർ ഉയർത്തിയിരുന്നു. ഈ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കാൻ കൂടിയായിരുന്നു അല്ലാഹു അദ്ദേഹത്തിന്റെ മരണത്തെ ഒരു അടയാളമാക്കിയത്. തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ സുലൈമാൻ നബി ബൈത്തുൽ മുഖദ്ദസിലെ മിഹ്റാബിൽ പ്രാർത്ഥനയ്ക്കായി പ്രവേശിച്ചു. അദ്ദേഹം തന്റെ ഊന്നുവടിയിൽ ചാരി നിന്ന് പ്രാർത്ഥനയിൽ മുഴുകി. ആ നിമിഷം അല്ലാഹു അദ്ദേഹത്തിന്റെ ആത്മാവിനെ എടുത്തു. അദ്ദേഹം വഫാത്തായി. പക്ഷെ അദ്ദേഹം വടിയിൽ നിന്നും വീണില്ല. കൊട്ടാരത്തിന്റെ സുതാര്യമായ സ്ഫടിക ഭിത്തികൾക്കപ്പുറത്തു നിന്നും ജിന്നുകൾ നോക്കുമ്പോൾ കണ്ടത് വടിയിൽ ചാരിയിരിക്കുന്ന അദ്ദേഹം തങ്ങളെ നിരീക്ഷിക്കുന്നതാണെന്നാണ്. അതുകണ്ട് ജിന്നുകൾ പണി തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഗാംഭീര്യത്തെ ഭയന്ന് ജിന്നുകൾ ഒട്ടും വിശ്രമമില്ലാതെ കഠിനമായ പണികളിൽ മുഴുകി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ചക്രവർത്തി മരിച്ച വിവരം മനുഷ്യരോ ജിന്നുകളോ അറിഞ്ഞില്ല. നിർമ്മാണ ജോലികൾ പൂർത്തിയാകാൻ വേണ്ടി അല്ലാഹു അദ്ദേഹത്തിന്റെ ശരീരം വീഴാതെ നിലനിർത്തി. ഒടുവിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ അല്ലാഹു ഭൂമിയിലെ ഒരു ചെറിയ ജീവിയായ ചിതലിനെ അയച്ചു. ആ ചിതൽ സുലൈമാൻ നബി ചാരി നിന്ന വടിയുടെ ചുവട് കരണ്ട് തിന്നാൻ തുടങ്ങി. വടി ദുർബലമായതോടെ സുലൈമാൻ നബിയുടെ ഭൗതിക ശരീരം സാവധാനം മണ്ണിലേക്ക് വീണു. അപ്പോഴാണ് തങ്ങളെ ഇത്രയും കാലം നിയന്ത്രിച്ചിരുന്ന രാജാവ് മാസങ്ങൾ മുൻപേ മരിച്ചുപോയിരുന്നുവെന്ന് ജിന്നുകൾ അമ്പരന്നുകൊണ്ട് തിരിച്ചറിഞ്ഞത്. ഈ സംഭവം ലോകത്തിന് വലിയൊരു പാഠം നൽകി. തങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാമെന്ന് വീൺവിളിച്ചിരുന്ന ജിന്നുകൾക്ക് തങ്ങളുടെ കൺമുന്നിൽ വടിയിൽ ചാരി നിൽക്കുന്ന വ്യക്തി മരിച്ചുപോയിരുന്നുവെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന് മാത്രമാണ് അദൃശ്യജ്ഞാനമുള്ളതെന്ന് ഈ സംഭവത്തിലൂടെ ലോകത്തിന് ബോധ്യമായി. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജിന്നുകൾക്കറിയില്ല എന്ന വലിയൊരു പാഠമാണ് ഈ സംഭവത്തിലൂടെ ലോകത്തിന് ലഭിച്ചത്. സുലൈമാൻ നബിയുടെ മഹത്തായ ഭരണകാലത്തിന് ശേഷം ഇസ്രായേൽ വംശജർ പല ഗ്രൂപ്പുകളായി പിരിയുകയും വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇന്നത്തെ ലെബനാനിലെ ബാൽബക് എന്ന പ്രദേശത്താണ് ഇലിയാസ് നബി നിയോഗിക്കപ്പെട്ടത്. അവിടുത്തെ ജനങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ച ബാൽ എന്ന ഭീമാകാരമായ വിഗ്രഹത്തെയാണ് ആരാധിച്ചിരുന്നത്. ആ നഗരത്തിന്റെ പേരുപോലും ആ വിഗ്രഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇലിയാസ് നബി ജനങ്ങൾക്കിടയിൽ ചെന്ന് ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ നിർജീവമായ വിഗ്രഹത്തെ ആരാധിക്കുന്നത്? എല്ലാറ്റിന്റെയും സൃഷ്ടാവായ അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? എന്നാൽ അധികാരഗർവിലായിരുന്ന അവിടത്തെ രാജാവും രാജ്ഞിയും ഇലിയാസ് നബിയെ പരിഹസിക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. സ്വന്തം ജനത ശത്രുക്കളായപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹം നഗരം വിട്ട് മലനിരകളിലെ ഗുഹകളിൽ അഭയം പ്രാപിച്ചു. 10 വർഷത്തോളം അദ്ദേഹം ഏകാന്തതയിൽ ഗുഹകളിൽ കഴിഞ്ഞു എന്നു പറയപ്പെടുന്നു. അക്കാലയളവിൽ പക്ഷികൾ അദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നുവെന്ന് ചരിത്രരേഖകളുണ്ട്.
ഇതിനിടയിൽ അദ്ദേഹത്തെ ധിക്കരിച്ച ജനതയ്ക്കുമേൽ അല്ലാഹു കഠിനമായ ശിക്ഷ നൽകി. ആ നാട്ടിൽ മഴ നിലച്ചു. 3 വർഷത്തോളം നീണ്ടുനിന്ന ഭീകരമായ വരൾച്ചയിൽ കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങുകയും മൃഗങ്ങൾ ചത്തുപോകുകയും ചെയ്തു. ജനങ്ങൾ പട്ടിണി കൊണ്ട് നരകിച്ചു. ഒടുവിൽ തങ്ങളുടെ വിഗ്രഹത്തിന് മഴ പെയ്യിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഇലിയാസ് നബിയെ തിരഞ്ഞുപിടിച്ചു. തങ്ങളുടെ തെറ്റുകൾക്ക് അവർ മാപ്പിരന്നു. ഇലിയാസ് നബി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതോടെ ആകാശം കനിഞ്ഞു. സമൃദ്ധമായ മഴ പെയ്തു. എന്നാൽ ആപത്തൊഴിഞ്ഞതോടെ ആ ജനത വീണ്ടും തങ്ങളുടെ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങുകയും ഇലിയാസ് നബിയെ വീണ്ടും ദ്രോഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ വിടവാങ്ങലാണ്. അല്ലാഹു അദ്ദേഹത്തെ ഈ ലോകത്തുനിന്ന് ഉയർത്തിയതായി ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആകാശത്തുനിന്ന് അഗ്നിതുല്യമായ ഒരു കുതിരയും രഥവും വരികയും അദ്ദേഹം അതിൽ കയറി അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്ന വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ക്ഷമയുടെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും പ്രതീകമായി ഇലിയാസ് നബി ഖുറാനിൽ സ്തുതിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ വംശജരിലേക്ക് നിയോഗിക്കപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് അൽ യസ അലൈഹിസലാം. ഇലിയാസ് നബി അലൈഹിസലാം ശത്രുക്കളെ ഭയന്ന് മലനിരകളിൽ ഒളിച്ചു താമസിക്കുന്ന കാലത്താണ് അൽ യസ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് അൽ യസ കഠിനമായ രോഗബാധിതനായിരുന്നു. ഇലിയാസ് നബിയുടെ പ്രാർത്ഥനയാൽ അല്ലാഹു അദ്ദേഹത്തിന് രോഗമുക്തി നൽകി. ഇതിൽ ആകൃഷ്ടനായ അദ്ദേഹം ഇലിയാസ് നബിയുടെ ശിഷ്യനായി മാറുകയും അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുകയും ചെയ്തു. അത്യന്തം വിനയാൻവിതനും ഭക്തനുമായിരുന്ന അദ്ദേഹത്തിന് അല്ലാഹു സവിശേഷമായ പല കഴിവുകളും നൽകിയിരുന്നു. ഈസാ നബിയുടെ അത്ഭുതങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ രോഗികളെ സുഖപ്പെടുത്താനും അന്ധർക്ക് കാഴ്ച നൽകാനും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് കഴിയുമായിരുന്നു. ശത്രുക്കളുടെ പീഡനങ്ങളും നാടിന്റെ വരൾച്ചയും മൂലം തകർന്നിരുന്ന ഇസ്രായേലികളെ വിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. തന്റെ പ്രബോധന കാലയളവിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കാനും അധർമ്മത്തിനെതിരെ നിലകൊള്ളാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന നിമിഷമാണ്. വാർദ്ധക്യത്തിന്റെ അവശതയിൽ തന്റെ ദൗത്യം കൈമാറാൻ ആഗ്രഹിച്ച അദ്ദേഹം തന്റെ ജനതയെ വിളിച്ചുകൂട്ടി 3 നിബന്ധനകൾ മുന്നോട്ടുവച്ചു. പകൽ നോമ്പെടുക്കുന്നവനും രാത്രി പ്രാർത്ഥിക്കുന്നവനും ഒരിക്കലും കോപിക്കാത്തവനുമായ ഒരു വ്യക്തിക്ക് മാത്രമേ എന്റെ അധികാരം കൈമാറുകയുള്ളൂ. ആ വെല്ലുവിളി ഏറ്റെടുത്ത ബിഷിർ പിന്നീട് ദുൽകിഫൽ നബി എന്ന് വിളിക്കപ്പെട്ട പ്രവാചകന് അധികാരം നൽകിക്കൊണ്ട് അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തിയാക്കി. ഖുറാനിൽ സദ്വൃത്തരായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു അദ്ദേഹത്തെ പ്രത്യേകം പുകഴ്ത്തിയിരിക്കുന്നു. ഒരു വലിയ പ്രവാചകന്റെ തണലിൽ വളർന്ന് ആ സത്യസന്ദേശം വരും തലമുറയ്ക്ക് വിശ്വസ്തയോടെ കൈമാറിയ ഉത്തമനായ പ്രവാചകനായിരുന്നു അൽ യസ നബി. മനുഷ്യചരിത്രത്തെ ജാഹിലിയ കാലം, അസ്റുൽ ഇസ്ലാം എന്നിങ്ങനെ 2ആയി വിഭജിച്ച മഹാപ്രതിഭയാണ് മുഹമ്മദ് നബി. AD 571 മക്കയിലെ ഖുറൈഷി ഗോത്രത്തിൽ ജനിച്ച അദ്ദേഹം ജനനത്തിനു മുൻപേ പിതാവിനെയും 6ആം വയസ്സിൽ മാതാവിനെയും നഷ്ടപ്പെട്ട ഒരു അനാഥനായിരുന്നു. എന്നാൽ സത്യസന്ധതയും വിശ്വസ്തതയും കൊണ്ട് അൽ അമീൻ എന്ന പേര് അദ്ദേഹം ചെറുപ്പത്തിലേ നേടിയെടുത്തു. 40ആം വയസ്സിൽ ഹിറാ ഗുഹയിൽ ധ്യാനിച്ചിരിക്കെ ജിബ്രീൽ എന്ന മലക്കിലൂടെ അല്ലാഹുവിന്റെ ആദ്യ സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചു. അതോടെ അദ്ദേഹം അന്ത്യപ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. അറേബ്യയിലെ അന്ധവിശ്വാസങ്ങൾക്കും പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ക്രൂരതയ്ക്കുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. അല്ലാഹു ഏകനാണ്, മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മക്കയിലെ പ്രമാണികളെ ചൊടിപ്പിച്ചു. 13 വർഷത്തോളം മക്കയിൽ അദ്ദേഹം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ഒടുവിൽ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ അദ്ദേഹം ഒരു പുതിയ ഭരണക്രമം കെട്ടിപ്പടുത്തു. അവിടെ വെച്ച് നടന്ന ബദർ, ഉഹദ്, ഖന്ദക് യുദ്ധങ്ങൾ കേവലം യുദ്ധങ്ങളായിരുന്നില്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഈസാ നബിയെപ്പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ മനസ്സുകളെ മാറ്റാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. എങ്കിലും ചന്ദ്രൻ പിളർന്നതും ഇസ്രാ മിഅ്റാജും വിരലുകൾക്കിടയിലൂടെ വെള്ളമുറവയെടുത്തതുമായ അനേകം മുഅ്ജിസത്തുകൾ അദ്ദേഹത്തിലൂടെ സംഭവിച്ചു. എന്നാൽ അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ ഖുർആനായിരുന്നു. 8 വർഷത്തിനു ശേഷം 10,000 കണക്കിന് അനുയായികളുമായി അദ്ദേഹം യുദ്ധമില്ലാതെ മക്ക കീഴടക്കി.
തന്നെ ക്രൂരമായി പീഡിപ്പിച്ചവർക്ക് അദ്ദേഹം നിരുപാധികം മാപ്പ് നൽകിയത് ലോകചരിത്രത്തിലെ സമാനതകളില്ലാത്ത സംഭവമാണ്. 63-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് മുൻപിൽ 2 കാര്യങ്ങൾ വിട്ടുപോകുന്നു: അല്ലാഹുവിന്റെ ഗ്രന്ഥവും എന്റെ ചര്യയും. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സന്ദേശം. ഒരു വ്യക്തി, പ്രവാചകൻ, ഭരണാധികാരി, കുടുംബനാഥൻ എന്നീ നിലകളിലെല്ലാം ലോകത്തിന് പൂർണ്ണമായ മാതൃക നൽകിക്കൊണ്ടാണ് ആ മഹാജീവിതം പൂർത്തിയായത്. പ്രവാചക പരമ്പരയിലെ ഏറ്റവും വലിയ തിളക്കമായി മുഹമ്മദ് നബി ഇന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു.